ഈ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് തന്നെ സിനിമാ താരങ്ങളുടെ ശബ്ദവും രൂപവും അതോടൊപ്പം ഗായകന്മാരുടെയൊക്കെ ശബ്ദം അനുകരിച്ച് കേരളത്തിലും വിദേശ രാജ്യങ്ങളിലുമെല്ലാം ഏറെ ശ്രദ്ധേയനായ പ്രിയപ്പെട്ട കലാകാരൻ രാജ സാഹിബ്. രാജ നമസ്കാരം. നമസ്കാരം. അപ്പോൾ നമ്മൾ എവിടം വെച്ച് തുടങ്ങണം? രാജയുടെ ആദ്യ കാലങ്ങളാണ് എനിക്കറിയേണ്ടത്. എവിടെയായിരുന്നു മിമിക്രിയുടെ തുടക്കം? മിമിക്രി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പെങ്ങളുടെ കല്യാണത്തിനൊക്കെ, അതായത് ഞാൻ സ്കൂളിൽ നിന്ന് തന്നെ തുടങ്ങിയത്. സ്കൂളിൽ നിന്ന് തുടങ്ങുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് സുരേഷ് ഗോപി, മുകേഷൊക്കെ നമ്മുടെ സ്കൂൾ പ്രോഡക്റ്റുകളാണ്. അപ്പോൾ അവരൊക്കെ സ്കൂളിൽ ജൂബിലി ആഘോഷങ്ങൾക്ക് ഗസ്റ്റായിട്ട് വന്നപ്പോൾ ഞാൻ പൂക്കളൊക്കെ കൊടുത്ത് അവരെ ഇങ്ങനെ വെൽക്കം ചെയ്യുന്ന ഒരു ഗുണ്ട് കൊച്ചുണ്ടാപ്രി ഗ്ലാസിൻ്റെ ഷേപ്പിലായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ പൂക്കളൊക്കെ കൊടുത്ത് കവിളൊക്കെ ഊതി ഇങ്ങനെ അപ്പം അവിടെ വെൽക്കം ചെയ്ത് കൊണ്ടുവന്നിരുന്നു. അപ്പം ഞാൻ നോക്കുമ്പോഴത്തേക്ക് എൻ്റെ കൂട്ടത്തിലുള്ള എൻ്റെ കൂട്ടുകാരന്മാരൊക്കെ ഞാൻ സുരേഷ് ഗോപിയെ പിടിച്ചുകൊണ്ടുവന്ന് സ്റ്റേജിലിരുത്തി കഴിഞ്ഞിറങ്ങി ചെന്നപ്പോഴത്തേക്ക് സന്തോഷം എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്തിൻ്റെ കൈ പിടിച്ചിട്ട് സിനിമ എന്ന് പറഞ്ഞാൽ തൊട്ടല്ലേടാ, സുരേഷ് ഗോപിയെ തൊട്ടല്ലേടാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എൻ്റെ കൈ പിടിച്ച് മുത്തി. അപ്പം ഞാൻ പറഞ്ഞടാ ഇതെന്താണ് ഇത്ര ഭയങ്കര സംഭവമാണ് സിനിമ നടൻ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല. ഞാൻ ഭയങ്കര ക്രിക്കറ്റ് ഭ്രാന്ത് കയറി നടക്കുന്ന സമയമാണ്. ഇത് കേട്ടപ്പം ഇവനിങ്ങനെ ഭയങ്കരമായിട്ട് സിനിമ നടൻ, സിനിമ സ്റ്റാർ എന്നൊക്കെ പറയുമ്പം അവിടെ വേറെ കളക്ടർ ഉണ്ടായിരുന്നു, സ്കൂളിൻ്റെ ഫോമർ സ്റ്റുഡൻസുകൾ പലരും ഉണ്ടായിരുന്നു. ഇവരൊക്കെ അവിടുന്ന് പഠിച്ചിറങ്ങിയിട്ട് വലിയ ആളുകളായിട്ട് വന്നപ്പം സിനിമ നടൻ വന്നപ്പം ഭയങ്കര ഹൈപ്പായി. അപ്പോഴാണ് പിള്ളേർക്കൊക്കെ ആരവം ഭയങ്കര കൂടുതൽ സിനിമാക്കാരെ സിനിമാരെ ഈ പിന്നെ സുരേഷ് ഏട്ടനെ കണ്ടപ്പോഴത്തേക്കും. അപ്പോഴാണ് ഞാനും സിനിമയിൽ കണ്ട മനുഷ്യനെ നേരിട്ട് ആ വീക്കിലി ഞാൻ നോക്കുമ്പോൾ പുള്ളിയുടെ വണ്ടിക്കകത്ത് നാന കിടക്കുന്നു, അതിനകത്ത് പുള്ളിയുടെ ഒരു ഫോട്ടോ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം ഞാൻ മനസ്സിലായി ഇത് ഹൈ പബ്ലിസിറ്റി, ഹൈ മീഡിയ ആണ്. സിനിമ എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സംഭവം എന്ന് എനിക്ക് തോന്നി. ആ കുഞ്ഞുനാളിൽ മനസ്സിലാക്കി. അങ്ങനെ അദ്ദേഹത്തിനെ പിന്നെ നമ്മൾ അനുകരിക്കാനുള്ള പരിപാടികളും സിനിമ അന്ന് അത് ആ പരിപാടി കഴിഞ്ഞ ശേഷം ക്ലാസ്സിൽ റൂമിലെ കംപ്ലീറ്റ് ക്രിക്കറ്റ് കളിയൊക്കെ ഞങ്ങൾ പുറത്ത് നിർത്തിയിട്ട് ക്ലാസ്സിൽ ഷൂട്ടിംഗ് ആക്കി. പിന്നെ ഞങ്ങളവിടെ ഷാജഹാൻ എന്ന് പറഞ്ഞ ആൾ, മമ്മൂട്ടി, ഞാൻ, മോഹൻലാൽ, സുരേഷ് ഗോപി, ഇങ്ങനെ പല ആൾക്കാരായിട്ട് മാറി മാറി വേഷങ്ങളൊക്കെ ചെയ്ത് ഞങ്ങൾ കഥ ഉണ്ടാക്കും. ഞാൻ ചിത്രകഥ വരയ്ക്കും. അപ്പോൾ ഈ ചിത്രകഥയിലെ കഥകൾ പിന്നെ ഞങ്ങൾ അവിടെ ക്ലാസ് റൂമിൽ ചെയ്യാൻ തുടങ്ങി. ഓരോരോ സ്ക്രിപ്റ്റുകൾ, പിക്ചർ സ്റ്റോറികൾ വെച്ചിട്ട് നീ ഇങ്ങനെ ഒരാൾ ത്യാഗരാജനാണ്, മറ്റേ ന്യൂഡൽഹിയിലെ സിനിമയിലെ സംഭവങ്ങളുമൊക്കെ. അങ്ങനെ സിനിമാ ഭ്രാന്തിൻ്റെ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കയറി ചെന്നു. പിന്നെ വർഷങ്ങളോളം പിന്നെ ഈ പുള്ളിയുടെ കാര്യങ്ങളൊക്കെ പിന്നെ അടുത്ത പ്രാവശ്യം മുകേഷ് ഏട്ടൻ വരുന്നു. മുകേഷ് ഏട്ടന് സ്കൂളിലെ ഫോർമൽ സ്റ്റുഡൻ്റ് ആയിരുന്നു. അങ്ങനെ ഓരോ ഗസ്റ്റുകൾ വരുമ്പോഴൊക്കെ സിനിമാക്കാരുടെ ആ ഒരു ഹൈപ്പ് കണ്ടപ്പോഴാണ് നമുക്ക് സിനിമ എന്നുള്ളൊരു മനസ്സിലേക്കൊരിത് വന്നു. പക്ഷേ നമുക്ക് അവിടെ കയറിപ്പറ്റാൻ എന്താണ് മാർഗമെന്നറിയില്ല. അവിടെ പലരും സിനിമ സ്കൂളിൽ നിന്നിങ്ങനെ പോയേക്കുന്ന കണ്ടിട്ട് ഞാൻ എന്ത് വിചാരിച്ചാൽ ഇനി സിനിമയിലൊക്കെ എങ്ങനെയെങ്കിലും കയറി പറ്റാൻ എന്തെങ്കിലും പരിപാടി ഒപ്പിക്കണം. അപ്പം സ്കൂളിൽ ഫാൻസി ഡ്രസ്സിന് കയറി. പിന്നെ ചിത്രരചനയ്ക്ക് ഞാൻ ഓരോ പരിപാടികൾക്ക് പോയി. അവസാനം സ്കൂളിൽ നിന്ന് സസ്പെൻഡ് വരെ ചെയ്തു. കംപ്ലീറ്റ് ബുക്കിൽ പടം വരച്ചു വെക്കായിരുന്നു. അത് പോയി. പലപ്പോഴും അങ്ങനെ ക്ലാസ്സിലൊരു മിസ്സ്, എൻ്റെ ഒരു മിസ്സ് വന്നിട്ട് എന്നെ പടം വരച്ചതിനെ പിടിച്ചിട്ട് പറഞ്ഞു, നീയാണല്ലോ ഇവിടുത്തെ ഡാവഞ്ചി സുരേഷ്, നിന്നൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് അടിക്കാൻ വേണ്ടി വരുമ്പോഴത്തേക്ക് മിസ് എന്നെ നോക്കുമ്പം എൻ്റെ മുഖത്ത് ഇങ്ങനെ നിന്നെ കണ്ടാൽ ഒരു ഇന്നസെൻ്റ് ലുക്കുണ്ട്. അതാണ് എനിക്ക് നിന്നെ അടിക്കാൻ തോന്നുന്നത്. അപ്പം ശരിക്കും അപ്പം ഞാനിപ്പം ഞാനിങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് ഈ മിസ് വിചാരിക്കുന്നു, എടാ നീ ഇന്നസെൻ്റ് ആവണ്ട. ഇന്നസെൻറ്റിൻ്റെ ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കൻ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ നീ ഇന്നസെൻ്റ് ആണെന്നല്ല, നീ അങ്ങ് ഇന്നസെൻ്റ് ആയല്ലേ അപ്പോഴത്തേക്കും മിസ്സിൻ്റെ ഒരു. അപ്പം ഞാൻ പക്ഷെ മിസ്സിനെ അടിച്ചില്ല ആ സമയത്ത്, അവിടെ നിന്ന് രക്ഷപ്പെട്ടു. പിന്നെ ഞാൻ ഈ ഇന്നസെൻറ്റിൻ്റെ ആക്ഷനൊക്കെ ഈ റാംജി റാവ് സ്പീക്കിംഗ് സിനിമകളൊക്കെ പോയി കണ്ടിങ്ങനെ ആക്ഷൻ, പുള്ളിയുടെ എക്സ്പ്രഷനൊക്കെ ഇങ്ങനെ ആക്കാം. അതുപോലെ സുരേഷ് ഗോപി ചേട്ടൻ്റെ സൗണ്ട്. ഒരു ദിവസം ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ബാത്റൂമിൽ കയറുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ സ്മെല്ലടിച്ചിട്ട് ഞാൻ ഇങ്ങനെ ആക്കി. അപ്പം പെട്ടെന്ന് അവിടെ നീ ആരോടാ, സുരേഷ് ഗോപിയോ? അപ്പോൾ പെട്ടെന്ന് അവിടെ വന്നിട്ട് എൻ്റെ ഫ്രണ്ട് വന്നിട്ട് അഭിലാഷ് വെച്ച് നീ ആരോടാ, സുരേഷ് ഗോപിയോ എന്നൊക്കെ. ഞാൻ സുരേഷ് ഗോപി എന്നല്ല, അല്ല നീ ഞാനൊക്കെ അവനാണ് ആദ്യം എനിക്കിത് കാണിച്ചു തന്നത് എൻ്റെ റൂട്ടിലേക്ക്. അപ്പം നോക്കിയപ്പം ശരിയാണ്. ഞാനപ്പോൾ പിന്നെ പ്രാക്ടീസ് തുടങ്ങി. ബാത്റൂമിൽ കയറും അപ്പം തിരിച്ചിറങ്ങും, ഇങ്ങനെ പ്രാക്ടീസായി ഈ സാധനം. പിന്നെ ലാസ്റ്റ് ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തുന്ന വരെ ഈ സാധനമൊക്കെ വെച്ച് പ്രാക്ടീസ് ചെയ്ത് ഏകദേശം മിമിക്രിയുടെ കുറേ സാധനങ്ങൾ അങ്ങനെ എനിക്ക് കിട്ടി. പിന്നെ വയലിൻ ക്ലാസ്സിന് കൊണ്ടാക്കി സ്കൂളിൽ പ്രോഗ്രാംസ് വരുന്ന സമയത്ത്
വയലിൻ പഠിച്ചാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞ് എൻ്റെ ചേച്ചി പറഞ്ഞു. ഞാനങ്ങനെ വയലിൻ പഠിക്കാൻ പോയി. അപ്പം വയലിൻ പിടിച്ചിട്ട് മീട്ടാൻ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ഇട്ട് ഉരക്കുകയാണ് ഈ സംഭവം. ഈ സൗണ്ട് കേൾക്കുമ്പം അറിയാമല്ലോ വയലിൻ്റെ വോയിസ് ആദ്യം ഇങ്ങനെ സാധനം വരുള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇങ്ങോട്ട് ഉരച്ചപ്പോഴത്തേക്ക് മാഷ് വന്നിട്ട് എന്തുവാടാ മോനെ നീ കാണിക്കുന്നത്? ശരത് മാഷിനെ പോലെ ഒരാളോ എന്തുവാ മോനെ നീ കാണിക്കുന്നത്? ഞാൻ പറഞ്ഞു മാഷ് ഇത് ഉരച്ചിട്ട് മൊത്തം കഴുതയുടെ സൗണ്ടാണല്ലോ. പുള്ളി പറയാം ആദ്യം നിൻ്റെ ശബ്ദം പുറത്ത് വരും, എന്നിട്ടാണ് ഒറിജിനൽ സൗണ്ട് പുറത്ത് വരുള്ളൂ. അതുകൊണ്ട് മോൻ ഇതൊക്കെ വരച്ചോ. ഞാൻ പറഞ്ഞു അത് പറ്റില്ല മാഷേ, എനിക്ക് അടുത്ത സ്കൂളിൻ്റെ പ്രോഗ്രാമിന് ആനുവലിൻ്റെ പരിപാടിക്ക് എനിക്ക് സ്റ്റേജിൽ കയറണം. എൻ്റെ കൂട്ടുകാരൻ മൈക്കിൾ ജാക്സൻ്റെ ഡാൻസ് കളിക്കാൻ പോകുന്നു. എനിക്ക് വയലിൻ മീട്ടി സംഭവം ചെയ്യണം. എടാ ഇതൊക്കെ വർഷങ്ങളോളം എടുത്തിട്ട് ഞാൻ പോലും ഇതുവരെ പഠിച്ചിട്ടില്ല. അതെ, പിന്നാണോ നീ ഇതിപ്പം ഒരു വർഷം കൊണ്ട് പഠിക്കാൻ പോണത്? 2 മാസം അവധിയുള്ളൂ സ്കൂളിൽ. ആ സമയത്ത് നീ ഇത് പഠിച്ചുകൊണ്ട് വന്ന് അവിടെ പോയി. ഞാൻ പറഞ്ഞു അതൊന്നും പറ്റില്ല മാഷെ, എനിക്ക് എങ്ങനെയെങ്കിലും ഇത് പഠിച്ചേ പറ്റൂ, എൻ്റെ അഭിമാന പ്രശ്നമാണ്. അപ്പം നീ എന്താ പഠിക്കാൻ ഉദ്ദേശിച്ചത്? ഞാൻ പറഞ്ഞു എനിക്ക് കാതോട് കാതാരൻ സിനിമയിൽ ജോൺസൺ മറ്റേ ഔസേപ്പച്ചൻ മാഷിൻ്റെ അതിനകത്ത് അന്ന് ഇതൊന്നും അറിയത്തില്ല, പക്ഷെ എൻ്റെ ഇപ്പോഴേ അറിയാവുന്നതുകൊണ്ട് പറയണം. അന്നത്തെ മ്യൂസിക് എൻ്റെ മനസ്സിൽ കയറിയത് ഈ സാധനം മാത്രമല്ലേ പഠിപ്പിച്ചാൽ മതി. ഇതൊന്ന് എനിക്ക് അവിടെ ആ പാട്ടൊന്ന് ഇത് ചെയ്യണം. ഇത് കൊള്ളാമല്ലോ, നീ ഒന്നുകൂടെ കാണിച്ചേ. ഞാൻ അപ്പം ഈ മ്യൂസിക് എടാ നീ എന്തിനാടാ പഠിക്കുന്നത്? നിൻ്റെ അണ്ണാക്ക് കൊണ്ട് തന്നെ നിനക്കതൊന്നും ചെയ്താൽ പോലെ. ഈ ശബ്ദം ഇതിനേക്കാളും നല്ല മ്യൂസിക്കാണ് നീ ചെയ്യുന്നത്. ഇതുപോലൊരു വയലിൻ ഉണ്ടാക്കി വെച്ചോ അല്ലെ മേടിച്ചിട്ട് നീ സ്കൂളിൽ പോയി നിന്ന് ഇതങ്ങോട്ട് കാണിച്ചാൽ മതി, കറക്റ്റാന്ന്. ഞാൻ പറഞ്ഞു മാഷ് ചുമ്മാ എന്നെ കളിയാക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് പോയി രാത്രി ഞാൻ ചിന്തിച്ചു, ശരിക്കും ഈ ഒരു സംഭവം പുള്ളി പറഞ്ഞതിൽ എന്തോ കാര്യമില്ലാതില്ല. അപ്പം ഞാൻ ആലോചിച്ച് വയലിൻ മേടിക്കാൻ ഭയങ്കര പൈസയാവും, നമുക്ക് ഒരു ഫാൻസി ഡ്രസ്സ് പോലെ ഇത് ചെയ്യാം. ഓക്കെ, ഈ ഒരു സംഭവം വെച്ചിട്ട് ശബ്ദവും ആക്കിയിട്ട് ഇങ്ങനൊരു സാധനം നമ്മൾ ചെയ്യുന്നതായിട്ട് കറക്റ്റായിരുന്നു. ഈ സാധനം ഞാനൊരു വയലിൻ ഹാർഡ് ബോർഡ് വെച്ചിട്ട് കട്ട് ചെയ്ത് ആ ഷേപ്പിലൊക്കെ എടുത്തു. പിന്നെ സ്ട്രിങ് ഉണ്ടാക്കി അതിനകത്ത് മറ്റേ കുതിരവാല സംഭവമാണ് ഇതിനകത്ത് കിട്ടുന്നത്. അത് നൂലൊക്കെ വെച്ച് കെട്ടി ഞാൻ ഒരു ഇതായതുകൊണ്ടേ മോൾഡ് ചെയ്ത് ഞാൻ സാധനം എടുക്കും. തമ്പുരു വരെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പേപ്പർ മോൾഡ് ചെയ്തെടുക്കുന്ന സംഭവം ഉണ്ടല്ലോ. ഓക്കെ, അതിൽ മറ്റേ മൈദാമാവിലൂടെ മിക്സ് ചെയ്തിട്ട് ആദ്യം പ്രതിമ ഉണ്ടാക്കും, അതിൻ്റെ മേളിൽ കൂടെ മോൾഡ് ചെയ്തെടുക്കും. ഈ സാധനം ഒരെണ്ണം ഞാൻ ഉണ്ടാക്കിയെടുത്ത് ഈ ഒരു സാധനത്തിലൂടെ മനസ്സിലായി നമ്മൾ ശബ്ദ അനുകരണം ആണെങ്കിൽ, അതൊരു മിമിക്രി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് വർഷങ്ങളൊന്നും ഇതിനു വേണ്ടി സമയം കളയണ്ട. ദറ്റ്സ് എ റൈറ്റ് വേ ടു ഗോ. ഇതാണ് നമ്മുടെ യഥാർത്ഥ വഴി. നമുക്ക് അനുകരണമാണ് നമ്മുടെ കല എന്ന ആ സമയത്താണ് എനിക്ക് ബോധ്യമാണ്, തിരിച്ചറിഞ്ഞു മിമിക്രി. പിന്നീട് ഞാൻ ഈ പറഞ്ഞ പോലെ അവിടുന്ന് ഇവിടുന്ന് എല്ലാം കൂടെ കിട്ടിയതെല്ലാം കൂടെ ചേർത്ത് ഒരു ബ്ലെൻഡിങ് പോട്ടാക്കി അതിനേക്ക് ഒരുമിച്ച് കൂട്ടി പിന്നെ മോഹൻലാലിനെ വരയ്ക്കുന്ന ഞാൻ മോഹൻലാലിൻ്റെ ഫേസ് എടുത്ത് എൻ്റെ മുഖത്തേക്ക് ഉമിക്കരി കൊണ്ട് മിമിക്രി കാണിച്ചു തുടങ്ങി. അതാണ് മിമിക്രിയിലേക്കുള്ള എൻ്റെ ആദ്യ പടികൾ. അതിൽ ലാൽ പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം കണ്ടുപിടിച്ചു. നമ്മുടെ കൊല്ലം സ്തുതി ഉണ്ടായിരുന്നു, ശോഭി തിലകൻ, പുള്ളി, ഞങ്ങളെല്ലാം കൂടെ കൊല്ലം സർവകല എന്ന് പറഞ്ഞ എൻ്റെ ഒരു ട്രൂപ്പ് തുടങ്ങി. കൊല്ലം സർവകലകളും അതിനകത്തുണ്ടായിരുന്നു. ഫയർ ഡാൻസ്, പിന്നെ അതുപോലെ സിനിമാറ്റിക് ഡാൻസ്, മിമിക്രി, പിന്നെ ശോഭി തിലകനും ഞങ്ങളും എല്ലാം കൂടെ ചേർന്ന് ചെയ്യുന്ന മിമിക്സ് പരേഡും കോമഡി സംഭവം. അതിലാണ് കൊല്ലം സ്തുതി ജഗദീഷിനെ അനുകരിച്ചുകൊണ്ട് വരുന്നത്. ഈ ലാൽ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ പാട്ടുകൾ സെലക്ട് ചെയ്ത പാട്ടുകൾ, വാ മനോരഞ്ജിനി ശൂരങ്കണി, ആ പാട്ടിൽ ജഗദീശായിട്ട് വരുന്നതാണ് നമ്മുടെ കൊല്ലം സ്തുതി. നമുക്ക് വളരെ തീരാ നഷ്ടമാണ് സ്തുതിയുടെ ഒരു കാര്യം. ആ സമയം നമ്മൾ ഓർത്തു പോകുന്നു. അങ്ങനെ ആ പ്രോഗ്രാംസുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ നമുക്ക് ആ ഒരു ഹൈപ്പ് കിട്ടിയായിരുന്നു. ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഇടയിൽ മൻസൂർ അലിഖാൻ എന്ന് പറയുന്ന ആളിൻ്റെ മറ്റേ ഈ പാട്ടുണ്ടല്ലോ, ഞാൻ ഇതിനിടയ്ക്കൊന്ന് കയറിക്കോട്ടെ. കയറിക്കോ. എന്താ പറയുക, ആ കാലത്ത് മൻസൂർ അലിഖാൻ എന്ന് പറഞ്ഞ രാജ ഞെട്ടിച്ച് കളഞ്ഞ കേരളത്തിലെ പ്രേക്ഷകരുടെ മുമ്പിൽ മൻസൂർ അലിഖാൻ ഇത്ര ഭംഗിയായിട്ട് അവതരിപ്പിച്ചൊരു കാര്യം. അയാൾക്ക് വേണ്ടി ഡബ്ബിങ് ചെയ്തിട്ടുണ്ട്. സൂത്രധാരിൽ അയാൾക്ക് കുറേ പോർഷൻ ഞാനാണ് ഡബ് ചെയ്തേക്കുന്നത്. ഒന്നും പറയാനില്ലായിരുന്നു അന്ന്. എന്തായാലും ചെയ്തില്ല, തകർത്ത് വരുമായിരുന്നു. മൻസൂർ അലിഖാൻ രാജാക്ക് വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഞാൻ ആ മീശ ഇല്ലല്ലോ, മീശ വെപ്പാണല്ലോ, ഇത് ഒറിജിനലാണ്. അപ്പൊ അതിനകത്ത്
മൻസൂർ അലി ഖാനായിട്ട് നമ്മൾ സ്റ്റേജിൽ വന്നിട്ട് ഈ എത്ര സ്റ്റാർ ചെയ്താലും ഇയാൾക്ക് കിട്ടുന്ന ഒരു കയ്യിലുള്ള ഒരു ആരവം. ശരിക്കും അംജിദ് ഖാൻ ഇന്ത്യൻ ഷോലയിലാണ് ഏറ്റവും ഭയങ്കരനായിട്ട് തിളങ്ങിയ വില്ലൻ. അയാൾ ഏറ്റവും കൂടുതൽ ആരാധിക്കപ്പെട്ടൊരു വില്ലൻ അംജിദ് ഖാനായിരുന്നു. അത് കഴിഞ്ഞ് എത്രയും ജനസമ്മതിദായകനായിട്ടുള്ള ഇയാളെ കണ്ട ഇയാളെ ആറ്റിറ്റ്യൂഡ് കണ്ടാൽ നമ്മൾ ഭയങ്കരമായിട്ട് വീണു പോകും. അതെ അതെ. അയാൾ അന്ന് ഞാൻ ഈ മുടിയൊക്കെ ഭയങ്കരമായിട്ട് വളർത്തിയിട്ടുകൊണ്ടാണ് നടക്കുന്നത്. അറിയാമല്ലോ, അന്ന് മുടിയാണ് നമ്മുടെ മൊത്തം. എനിക്കറിയായിരുന്നു. അതിനകത്ത് ഇയാളിങ്ങനെ ஏமா பார்க்குறாங்க டே எல்லாரும் இங்கே வந்து நான் செத்துருக்கு, நான் வரும்போதே செத்துடும். என் காலை தொட்டவனை மன்னிச்சதில்லை, நெஞ்ச தொட்டவனை விட்டதில்லை. இன்னைக்கு கீரிக்கும் பாம்புக்கு சண்டை. கீரி செத்தான் நீ சாப்பிடணும், பாம்பு செத்தான் நான் சாப்பிடணும். ரெண்டு சாகல்னா அடிச்சே கொண்டுடுவாங்க. டேய் உன் சித்தப்பா கூப்பிடுங்கடா, சித்தப்பா. സൂപ്പറാണ് രാജു, ഒരു രക്ഷയില്ലായിരുന്നു. ഞാനൊക്കെ ഒരുപാട് പ്രോഗ്രാം കണ്ടിട്ടുണ്ട്. ഇത് ആ ഒരു ശൈലിയിൽ വന്ന് ആദ്യം ഞാൻ ഇത് ഇയാളെ ആക്ടിങ് സംഭവം പറഞ്ഞത്, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട്, ഞാനിവിടെ മുടിയൊക്കെ ഇതായിട്ട് വളർത്തിയിട്ടുണ്ട്, ഞങ്ങളിവിടെ ചുമ്മാ ഫുട്ബോളൊക്കെ കളിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു സമയത്ത് ഡാ വീരപ്പ എന്ന് വിളിച്ചു. വീരപ്പ ഞാൻ വീരപ്പ, ഏടാ ഒരു സാമ്യമില്ലാതെ എന്നടാ വീരപ്പ എന്ന് വിളിക്കുന്നത്. അളിയാ നിന്നെ പോലെ ഒരുത്തരാണ്, അവനെ കണ്ട കറക്റ്റ് നീയാണെന്ന് തോന്നുള്ളൂ, നീയാണെന്ന് പോയ ക്യാപ്റ്റൻ പ്രഭാകർ സിനിമയൊന്ന് കാണാൻ പറഞ്ഞു. ഞാൻ പോയി കണ്ടു, ഒന്നല്ല 3 പ്രാവശ്യം കണ്ടു. നേരെ മനസ്സിലേക്ക് അങ്ങോട്ട് കയറി, ഡയറക്റ്റ്, വേറെ ഒന്നും ചെയ്തില്ല. പിന്നെ നേരെ കണ്ണാടി പോയിട്ട് ഏയ് എന്നാടാ സൂപ്പറായി സോൾവാങ്ങടാ. അവസാനം ആ മനുഷ്യനെ ഡബ് ചെയ്യാൻ വരാൻ എനിക്ക് ഭാഗ്യം കിട്ടിയെന്നുള്ളതാണ്. അസാധ്യ ഇതാണ്. പിന്നെ വേറൊരു വെറൈറ്റി ഓഫ് വില്ലനായിരുന്നു ആദ്യകാലത്തെ. ഇന്നിപ്പോൾ പ്രൊഫഷണൽ ആയിട്ടുള്ള പല കലാകാരന്മാരും നമ്മുടെ കുഞ്ഞുനാളിലുണ്ടായിട്ടുണ്ട്. അതെ അതെ. ആരൊക്കെയാണത്? ഞാൻ പറഞ്ഞ ഈ നമ്മുടെ ശോഭി തിലകൻ സാറ്, കൊല്ലം നമ്മുടെ സുധി, പിന്നെ ഗണേഷ് എന്ന് പറഞ്ഞ നമ്മളെ വേറൊരു, ഇപ്പം പുള്ളി ഡയറക്ഷൻ സെക്ഷനിലേക്കാണ്. ആ സമയത്തായിരുന്നു ഞാൻ ഈ മിമിക്രിയോടൊപ്പം ചേർന്നത്. പിന്നെ നമ്മുടെ ഇവിടെ സിറാജിക്കാടെ മിമിക്രിയൊക്കെ ഞാൻ കാണാറുണ്ടായിരുന്നു. കൊല്ല സിറാജിക്കാടെ. അവിടെ നിന്നാണ് പല ആർട്ടിസ്റ്റുകളെ അനുകരിക്കുന്ന സംഭവങ്ങൾ കണ്ട് ജയനൊക്കെ കണ്ട് ഞെട്ടി വിറച്ചു പോയിട്ടുണ്ട്. പിന്നെ ഓരോ പെർഫെക്ഷനാണ് പുള്ളി ചെയ്യുന്നത്. ഇപ്പോഴും അപ്പോഴും ഒക്കെ ആ 916 എന്ന് പറയുന്ന പോലെ പെർഫെക്ഷൻ. പിന്നീടാണ് ഞാൻ കോട്ടയം നസീറിനെ പെർഫോമൻസ് കാണുന്നത്. അത് ഞാൻ മിമിക്രിയിലേക്ക് വന്നതിന് ശേഷമാണ്. അപ്പോൾ ഒരു പ്രാവശ്യം ഈ പിന്നെ മറ്റേ നമ്മുടെ കൊല്ലം ജോബി ചേട്ടനും കൊല്ലത്തുള്ള സുൽഫിക്ക, പിന്നെ നമ്മുടെ കുറച്ച് പേരുണ്ട് ആ ഒരു ഗ്രൂപ്പിലുണ്ട്. പിന്നെ ബിസാർ സാർ എന്ന് പറഞ്ഞ ബിസാർ സാറ്, അവരൊരു ഗ്യാങ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആറ്റിങ്ങൽ പിന്നെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്, ആറ്റിങ്ങലുള്ളൊരു ഇവരുടെ കൂട്ടത്തിലുള്ള അവരെല്ലാവരും ആറ്റിങ്ങൽ നാരായണൻ എന്ന് പറഞ്ഞു. ഇവരെല്ലാവരും കൂടെ ചെയ്യുന്ന പ്രോഗ്രാംസ് പരേഡൊക്കെ ഞാൻ പോയി ക്ലബിൻ്റെ പരിപാടിക്കൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോഴും ഞാനിങ്ങനെ നോക്കി നിന്ന് ഇതൊക്കെ കണ്ടിട്ട് ഞാനിങ്ങനെ സ്റ്റേജിൽ ഇതുപോലെ കയറി ഒന്ന് അടിക്കണമല്ലോ. അങ്ങനെ വന്നപ്പോഴാണ് ഈ ലാൽ പ്രോഗ്രാം ക്രിയേറ്റീവ് ആവുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ മിമിക്രി ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ ഈ സാധനം ഫില്ലപ്പ് ചെയ്തപ്പം പാട്ട് മാത്രം കണ്ട് ബോറടിക്കണ്ട, അതിൻ്റെ ഇടയ്ക്ക് മോഹൻലാലിനെ കാണട്ടെ, മൻസൂർ അലി ഖാനെ കാണട്ടെ, ഇതിൻ്റെ ഇടയ്ക്കൊക്കെ മിമിക്രി പരേഡ് നടക്കട്ടെ, ഇങ്ങനെ ഒരു സാധനം അങ്ങോട്ട് ഓർഡറാക്കി. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം ഭൂതത്താൻ ക്ഷേത്രം, ഇതൊരു പ്രോഗ്രാമിന് കണ്ടപ്പോഴത്തേക്കും കൂടെ ഒരു കോമഡി ഉണ്ടായി. ഫയർ ഡാൻസ് കളിക്കുന്നൊരു പയ്യൻ, ഇവന് ഈ പ്രോഗ്രാം, നമുക്ക് ഈ പ്രോഗ്രാമിൻ്റെ പോസ്റ്റർ അടുത്ത വർഷം നല്ല ഗംഭീരമായിട്ട് എടുക്കണം. അപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി സുനിൽ എന്ന് പറഞ്ഞൊരു സുഹൃത്തിനെ ഏൽപ്പിച്ചു. ഇതിനൊക്കെ കൂടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആദിക്കാട് സന്തോഷ് എന്ന് പറഞ്ഞൊരു പയ്യൻ, അവൻ നമ്മളെ കൂടെ എല്ലാത്തിനും നിൽപ്പുണ്ട്. അപ്പം ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ സുനിലിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പം സുനിൽ ഫോട്ടോ എടുക്കാൻ നിൽക്കുന്ന പ്രോഗ്രാമിൻ്റെ ഇടയ്ക്ക് കുറേ സ്റ്റേജിലെ പെർഫോമൻസൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു പ്രോഗ്രാം ഈ മറ്റേ ആട്ടമ തേരോട്ടമ ഈ പാട്ടിങ്ങനെ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് പുള്ളി ക്യാമറയിൽ കൂടെ ഇങ്ങനെ നോക്കുമ്പോണ്ടല്ലോ, പുള്ളിയിലെ സ്ത്രീകളുടെ ആ സൈഡിൽ പോയി ആംഗിൾ അപ്പുറം ഇപ്പുറം പെണ്ണുങ്ങളെ രണ്ടായിട്ട് ഇരുത്തുമല്ലോ, ആണുങ്ങൾ വേറെ പെണ്ണുങ്ങൾ വേറെ, നടുക്ക് ഒരു വഴി. പുള്ളി ഈ വഴിയിൽ നിന്ന് കയറി പെണ്ണുങ്ങളുടെ ഇടയിൽ നിന്നൊക്കെ പുള്ളി ഫോട്ടോഗ്രാഫർമാർക്ക് ഒരു സ്റ്റൈൽ, അവരിങ്ങനെ വന്നിട്ട് ഇങ്ങനെ നോക്കി ഇങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇങ്ങനെ നോക്കുന്ന കാണുമ്പോഴത്തേക്കും ഒരു തീനാളോ ഇങ്ങനെ ഒരു വരികയാണ് ക്യാമറയിലേക്ക്. അവനവിടെ ആട്ടമാന്ന് പറഞ്ഞുകൊണ്ടില്ല, ഫയറിന്റെ സാധനം ഇങ്ങനെ ഉരുണ്ടൊരു സാധനം വെച്ച് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുക, ബോള് തീയില് അതിങ്ങനെ കറക്കി ഒരു സാധനം അതിങ്ങനെ നേരെ ഓഡിയൻസിന്റെ നോക്കും. അപ്പൊ അവന്റെ ക്യാമറ നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലാഷ് ലൈറ്റ് വരുന്നത് ഇങ്ങനെ നോക്കും.
ക്യാമറയിലേക്ക് ബോൾ വന്ന് ഇവൻ മരം പിടിച്ച് വീണ്. പെണ്ണുങ്ങളുടെ വീണ് അയ്യോ വീണ്. എന്താ സംഭവം? ഈ ഇത് വിട്ടു പോന്നോ? ഈ സാധനം ലോക്ക് കൊളുത്ത് പൊട്ടിപ്പോയി. ആ, ഇവന്റെ സ്പീഡ് അങ്ങ് കൂടി. ആളുകൾ കൈയടിക്കാൻ തുടങ്ങിയപ്പോ ഉണ്ടല്ലോ ഇവന്റെ ആവേശം അങ്ങ് കൂടി. അവന് ഒരു ഉണ്ടത്തി ഒരുണ്ട ഇങ്ങനെ കറങ്ങി മറ്റേ ബ്രൂസിലി കാണിക്കുന്നില്ലേ ആ സാധനം, അതിന്റെ വേറെ സാധനം ഇങ്ങനെ കാണിച്ചിട്ട് ഈ സാധനം ഇങ്ങനെ കറങ്ങി സാധനം നോക്കുമ്പോ ഒരു ഊരി കിട്ടും നേരെ പോകുന്നല്ലേ. അവൻ നോക്കുക ക്യാമറ ഇങ്ങനെ ലേഡീസിന്റെ ഇടയിലൊക്കെ ഷോ കാണിച്ചിട്ട് ഇങ്ങനെ ഈ സാധനം ക്യാമറയുടെ ലെൻസിലോട്ട് മലഞ്ഞ ഓഡിയൻസിന്റെ പെണ്ണുങ്ങളവളും. അങ്ങനെ അവിടെ നിന്ന് പുള്ളി ഇത് അത് കഴിഞ്ഞ് ഈ പാട്ട് തീരുന്നപ്പോൾ ഈ സാധനം ഇളകിപ്പോയി. എന്നിട്ടില്ല അവൻ അടങ്ങുമോ? ആര്? ഉദയൻ. അവനിങ്ങനെ ആവേശത്തിക്കുക. അടുത്ത സമ്പാദ എന്ന് വരുമ്പോഴാണ് ഇവൻ കയറേണ്ടത്. സമ്പ അടുത്ത വന്നപ്പോഴത്തേക്ക് ഇവൻ എന്തറിയാം, ഇവൻ ഈ വായിൽ തീ വെച്ചിട്ട് ഈ സാധനം കാണിക്കാൻ പോവാ. അപ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഇവൻ സമ്പാദ അവങ്ങോട്ട് കയറിക്കോ. ഇവൻ കയറിയിട്ട് ഇതെടുത്ത് മറ്റേ മണ്ണെണ്ണ സംഭവം എടുത്തിട്ട് ഇങ്ങനെ ആക്കി തീ പോയിട്ട് തിരിച്ച് നേരെ അവൻ്റെ മോന്തയിലോട്ടാണ് നോക്കുമ്പോ ഇവിടെ നിന്ന് അവിടെ മീൻ പൊരിച്ചതുപോലെയൊക്കെ ശബ്ദം കേൾക്കാം. ഇവിടെ എന്നിട്ട് ഇങ്ങനെ അവൾ എന്നിട്ട് മാറിണ്ട് തീ അടുത്ത കയറാനുള്ളതാണ് അവന്. അവൻ ഇങ്ങനെ വിഷയമല്ല, തീയൊന്നും അവന് പ്രശ്നമല്ല. അവൻ അടുത്ത സംഭവ കയറണം. അവനിത് അണച്ചിട്ട് അവൻ അങ്ങോട്ട് പോയിട്ട് അടുത്ത സാധനവും കാണിച്ചിട്ട് അവൻ തിരിച്ചു വരുമ്പോഴും തീ ഇവിടെ നിന്ന് കത്തുക. ഇവിടെ നിന്ന് കത്തിയിട്ട് ഇവൻ മാറിയില്ല, തുണി നനച്ചെടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഇത് വെച്ച് നോക്കിയപ്പോഴേ തൊലി ഇങ്ങനെ പാട പോലെ ഇളകി വന്നു. ആദ്യകാലത്ത് കുറെ ഫയർ ഡാൻസർക്ക് ഇതുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചാൽ ഇതെന്താ നീ കാണിച്ചത്? അത് തീക്കിച്ചിട്ട് ശക്തി കൂട്ടണമെന്ന് പറഞ്ഞിട്ട് പെട്രോളോട് ഒഴിച്ചിട്ടുണ്ട്. പെട്രോൾ ഒഴിച്ചപ്പോൾ ഇവൻ ഇന്നലെ മെനഞ്ഞാൽ ഞങ്ങളുടെ പല്ലെടുത്തിട്ട് ഈ പല്ലിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഈ ഗ്യാപ്പിൽ കൂടെ പുറത്ത് പോയി തിരിച്ച് ഈ സാധനം കയറി പിടിച്ച് നിന്നെരിയാണ് അവൻ്റെ മുഖം. അവൻ എന്നിട്ട് പറയാം ഇതിൻ്റെ നല്ല സൂപ്പർ എണ്ണയുണ്ട് ഒരു തവളയെ പിടിച്ച് എണ്ണയ്ക്കകത്തിട്ടിട്ട് പിന്നെ ഇതായിട്ട് പൊരിച്ചിങ് എടുത്തിട്ട് അതിനെ കളഞ്ഞിട്ടാണ് എണ്ണ തേച്ച് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവൻ്റെ സെയിം കളറായി മാറിയല്ലേ. ഔഷധമുള്ള സാധനമല്ലായിരുന്നു ഇവൻ തന്നെ ഔഷധമുള്ള സാധനം. അപ്പം ഭയങ്കര പ്ലാൻഡ് ആയിരുന്നു. ഓക്കെ. വണ്ടിയിൽ യാത്ര ചെയ്തിട്ടില്ലേ നമ്മുടെ പ്രോഗ്രാമിന്? പിന്നെ അന്ന് കൊല്ലം സർവകലയുടെ ബോർഡ് ഒക്കെ വെച്ച് സർവകല. അതുകൂടാതെ പിന്നെ നമ്മുടെ ഡാഡിയുടെ വണ്ടിയായിരുന്നു. അപ്പം എൻ്റെ ഡാഡിക്ക് ഈ പിന്നെ ഞാൻ ആകപ്പാട് ഞങ്ങൾ തമ്മിൽ വഴക്ക് കൂടുന്ന പുള്ളിയുടെ വണ്ടി എടുത്തുകൊണ്ട് പോയിരുന്നു. എനിക്ക് വേറെ മാരുതി കാറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പ്രോഗ്രാമിന് പോകുമ്പോൾ എനിക്ക് ഡാഡിയുടെ കാർ വേണം. ഈ ഡാഡിയുടെ കാറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫുൾ ടാങ്ക് ഡീസൽ ഉണ്ടാവും. പുള്ളി ഒരു ആയുർവേദിക് ഡോക്ടറല്ലേ? ഡോക്ടറാണ്. അപ്പം പുള്ളിയുടെ വണ്ടി എപ്പോഴും ഫുൾ ടാങ്ക്, ഭയങ്കര തട്ടപ്പോൾസറി, മഞ്ഞ ലൈറ്റ്, ഫുൾ നാഷണൽ AC, ഭയങ്കര രസം. ഒരു വലിയൊരു പിന്നെ കാരവാനാണ് അത് ശരിക്കും പറഞ്ഞാൽ. അതിനകത്ത് കയറിയിരിക്കുന്ന പോലെ പുള്ളിക്ക് കാല് ആക്സിഡൻറ്റ് മുറിച്ചതാണ്. ഓക്കെ. അപ്പോൾ ഇദ്ദേഹത്തിന് കൂടുതൽ അങ്ങനെ ഇതായിട്ട് കംഫർട്ടായിരിക്കുന്ന യാത്രകളൊക്കെ വേണം. അപ്പം ഞാൻ ഡാഡി അടുത്ത് ചോദിച്ചാൽ ഡാഡി തരത്തില്ല. അവസാനം വണ്ടി ഞാൻ അടിച്ചു മാറ്റി താക്കോലൊക്കെ ഇട്ട് വേറെ താക്കോലൊക്കെ റെഡിയാക്കിക്കൊണ്ടൊക്കെ വണ്ടി എടുത്തുകൊണ്ട് പോയി. അങ്ങനെയൊക്കെ പ്രോഗ്രാമിനെ കൊണ്ടുപോയി ബോർഡൊക്കെ വെച്ച് അപ്പം ഡാഡിയുടെ പേഷ്യൻ്റ് സാറിൻ്റെ വണ്ടി ഏതോ ഒരു ട്രൂപ്പിന് വേണ്ടി വിട്ടുകൊടുക്കും ഇങ്ങനെ പറഞ്ഞു ചെയ്തിട്ടുണ്ട് ഡാഡി. അപ്പം ഞാൻ പുള്ളിക്ക് വണ്ടി വാടകയ്ക്ക് കൊടുക്കാറുണ്ട്. സാറിൻ്റെ അതേ മുഖമുള്ള ഒരാളാണ്. അത് പറഞ്ഞാലും എൻ്റെ മോനായിട്ട് വരും പുള്ളി. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്ത് വരുമായിരുന്നു. മമ്മി പക്ക ഓർത്തോളക്സ്, ഇതൊന്നും പറ്റൂല, വീട്ടിൽ കയറ്റത്തില്ല. അവസാനം ഒരു പ്രാവശ്യം കിച്ചൺ മ്യൂസിക് ചെയ്തിട്ട് അവസാനം വീട്ടിലെ ഓലക്കയൊക്കെ എടുത്തുകൊണ്ട് പോയി ഞാൻ ഗിറ്റാറൊക്കെ വായിക്കാൻ. പിന്നെ മറ്റേ റങ്കുപെട്ടിയില്ലേ, റങ്കുപെട്ടി കീബോർഡാക്കി. മറ്റേ പുട്ടുകുറ്റിയൊക്കെ നോക്കിയിട്ട് കാണുന്നില്ല. പുട്ടുകുറ്റി മറ്റേ പാടാൻ വേണ്ടി എടുത്തു. ഇതൊക്കെ കൊണ്ടുപോയി. അവസാനം ആ പ്രോഗ്രാം നടക്കുന്നിടത്ത് പച്ചത്താടി എന്ന് പറഞ്ഞ ഒരുത്തൻ അവരുടെ ഒരു ഇതുണ്ടായിരുന്നു. അവൻ അവിടെ ഇച്ചിരി കുഴപ്പമായിരുന്നു. അവൻ എന്ത് ചെയ്തു, അവൻ വന്നിട്ട് നമ്മളെ ഇതാക്കി തട്ടിയിട്ട് ഈ ചട്ടിയും കലവും കൂടെ എടുത്ത് അടിച്ച് പൊട്ടിച്ച് കമ്പറ്റിക്കാരെല്ലാം കൂടെ ഞങ്ങളെ ഇടിക്കാൻ വേണ്ടി ഓടി. ഞാൻ കണ്ടം വഴി ഓടി. എൻ്റെ വീട് കണ്ടം വഴി അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ എൻ്റെ വീടായി. ഈ മുള്ളുവേലിയൊക്കെ കെട്ടി ഒരു തെങ്ങും തോപ്പാണ്. ഇതൊക്കെ ഓടി അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഞാൻ മൊത്തം പിന്നെ മറ്റേ പായലൊക്കെ പറ്റി വന്നിട്ട് തുറന്നു നോക്കുമ്പോൾ
ഇതൊക്കെ കലാ ജീവിതത്തിലെ ഒരുപോലെ അനുഭവങ്ങളായിരുന്നു. ഓക്കെ രാജ, പ്രോഗ്രാമിന് ചെന്നിട്ട് അല്ലെങ്കിൽ പ്രോഗ്രാം പിടിച്ചിട്ട് എന്തെങ്കിലും അനുഭവം ഉണ്ടോ രസകരമായ? കുറേ ഉണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് ഏതൊരു സ്കൂളിൽ എന്തോ നിങ്ങൾ വലിയൊരു ഷോ നടത്തിയായിട്ട്, പണ്ടത്തെ ഒരു മെഗാ ഷോ രാജാക്കൂടി നടത്തിയായിട്ട് ഞാൻ കേട്ടു. അതെ അതെ, ഞങ്ങൾ തിരുവനന്തപുരം ഹാസ്യയുടെ ഏറ്റവും വലിയ പരസ്യം നമ്മുടെ പോസ്റ്ററായിരുന്നു. ആ പോസ്റ്ററിനകത്ത് ഞാൻ മോഹൻലാലായിട്ട്, റിസബാബ, മൻസൂർ അലിഖാൻ, പിന്നെ നെൽസൺ, ഇവനായിട്ട് പ്രഭുദേവായിട്ട്, അങ്ങനെ കുറേ ഫിഗറുകൾ കൊണ്ടുള്ള ഒരു പോസ്റ്ററായിരുന്നു. അതെ. അപ്പോൾ കാണുമ്പോഴത് ഇത് സ്റ്റാറുകളുടെ ഒരു പരിപാടിയാണെന്ന് തോന്നും. അതെ. അതുപോലത്തെ ഒരു പോസ്റ്ററായിരുന്നു. ഈ പ്രോഗ്രാമിന് ഭയങ്കര ഡിമാൻഡായിരുന്നു. ഈ ഫിഗർ എല്ലാം വലിയ മോഹൻലാലും ഒക്കെ വരുന്ന പരിപാടിയല്ലേ. അപ്പം ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറെടുക്കുമ്പോൾ ബുക്കിംഗ് വന്ന് പ്രോഗ്രാം പന്തളത്ത് ആ ഭാഗത്തങ്ങാണ്ട് ഒരു സ്കൂളിൻ്റെ അകത്താണ്. ആ സ്കൂളിലെന്ന് പറഞ്ഞ് അന്ന് വേറെ വലിയ കൺവെൻഷൻ സെൻ്ററൊന്നും ഇല്ല ഇന്നത്തെ പോലെ. പക്ക ഇതാക്കാൻ വേണ്ടിയിട്ട് പ്രോഗ്രാമിന് ഞങ്ങൾക്ക് പകലായിരുന്നു ഷോ. ഉച്ച സമയത്ത് ആൾക്കാർ നല്ല വിശന്നൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ഇവിടെ ഇരുന്നിട്ട് ചെയ്യുമ്പം പ്രോഗ്രാം തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മെയിൻ കഥാപാത്രം എന്ന് പറഞ്ഞൊരു പ്രൊജക്ടറാണ്. നമ്മൾ ഈ പ്രൊജക്ടറിൽ നമ്മളിത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്കൂളിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഇത് ക്ലോസ് ചെയ്ത് വേണം, കംപ്ലീറ്റ് അടച്ച് ഇരുട്ടാക്കിയിട്ട് നമുക്ക് രാത്രി പോലെ ആവണം. പ്രൊജക്ടർ കത്തണമെന്നുണ്ടെങ്കിൽ നമുക്കത് വേണമല്ലോ. നമ്മൾ സ്കൂൾ കമ്മിറ്റി പറഞ്ഞിട്ടുണ്ട്. അതെ, ഞങ്ങൾക്ക് പ്രൊജക്ടറാണ് മെയിൻ. ഞങ്ങളെ മെയിൻ പ്രൊജക്ടറാണ്. അപ്പോൾ ഈ പ്രോഗ്രാമിന് ഏകദേശം എല്ലാം കൂടെ നമുക്ക് അന്ന് ബുക്കിംഗ് ചാർജ് അന്നത്തെ 20,000-25,000 രൂപ വരും, വണ്ടിക്കൂലി ഉൾപ്പെടെ. 25,000 രൂപയുടെ പ്രോഗ്രാമാണ് ചെയ്യുന്നത്. അപ്പം ഇതെല്ലാം സെറ്റപ്പും ചെയ്ത് വെച്ച് നമ്മൾ ഈ പ്രോഗ്രാമിന് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവരുടെ അടുത്ത് പറഞ്ഞ് മെയിൻ പ്രൊജക്ടർ ഞങ്ങൾക്ക് ഇരുട്ട് വേണം, ഈ കംപ്ലീറ്റ് സെറ്റപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല, ഞങ്ങളെ പ്രോഗ്രാം തുടങ്ങുന്നതിൻ്റെ പ്രൊജക്ടറിലാണ്. അപ്പോൾ ഈ പ്രൊജക്ടർ ഓൺ ആകുമ്പോഴത്തേക്കും ഒരു തുള്ളി വെളിച്ചം കയറാൻ പാടില്ല. അപ്പോൾ ഇതെന്ത് സ്കൂൾ ഓഡിറ്റോറിയം ഉണ്ടോ? ഓഡിറ്റോറിയം, സ്കൂള് ക്ലാസ് റൂം എല്ലാം ബെഞ്ചും ഡെസ്കും എല്ലാം നിരത്തി മാറ്റി, ബെഞ്ചൊക്കെ മാറ്റി ഡെസ്ക് മാത്രം ഇട്ടിട്ട്, അല്ല ഡെസ്ക് മാറ്റി ബെഞ്ച് മാത്രം ഇട്ടിട്ട് ഇവർ അവിടെ ആൾക്കാരിരിക്കുന്ന സീറ്റാക്കി മാറ്റി. അപ്പോൾ ഈ സ്കൂളിലുള്ള ആൾക്കാർക്ക് മറ്റേ 15 രൂപ വെച്ചങ്ങാണ്ട് ടിക്കറ്റ് പറഞ്ഞിരുന്നത്. അപ്പോൾ അവരത് 25 രൂപ വരെ ആക്കിയിട്ടാണ് ഇത്രയും സെറ്റപ്പ് നടത്തിയത്. ഏകദേശം 25,000 രൂപയുടെ എന്ന് പറഞ്ഞാൽ 50,000 രൂപ വരെ ആകുന്ന രീതിയിലേക്ക് ഇവർ അത് പിന്നെ സാമ്പത്തികമായിട്ട് അത്രയും വലിയ ബഡ്ജറ്റായി. അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു അത്രയും പൈസ കൂടി? ഈ പ്രൊജക്ടറിൻ്റെ ഈ പ്രൊജക്ടർ വെക്കണം, അതിന് ഇരുട്ട് വേണം. അപ്പൊ ഈ ഓഡിറ്റോറിയം ടർപ്പ മൊത്തം വെച്ച് മറിച്ച് മേളില് ഓടിന്റെ മേളിൽ വരെ ഒരു ഓട് പൊട്ടിയിട്ടപ്പോ അതിന്റെ മേൽ ടർപ്പായിട്ട് അങ്ങനെ 25,000 രൂപ സ്കൂള് മൂടി. ഇതിനകത്ത് നോക്കുമ്പോ ഒരു തിയേറ്റർ പോലെ ആക്കിയത്. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് പ്രൊജക്ടറിലൂടെ നിങ്ങളുടെ പ്രോഗ്രാം കാണാൻ. പ്രൊജക്ടർ അപ്പം നമ്മളെ പ്രോഗ്രാമിന് അനൗൺസ്മെൻറ്റ് അത് ഉടൻ തന്നെ പരിപാടി ആരംഭിക്കുന്നതാണ്. ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ നിശബ്ദത പാലിക്കുക, ഇപ്പോഴും നിങ്ങൾ സംസാരിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് സംഭവം കാത്തിരിക്കുകയാണ് പ്രൊജക്ടർ. അപ്പോൾ അവിടെ അതിൻ്റെ സൗണ്ടൊക്കെ കൊടുത്ത് ടെസ്റ്റിംഗ് ഹലോ ടെസ്റ്റ് ഹലോ. അപ്പം നമ്മുടെ ഏറ്റവും വലിയ മറ്റേ ഇതായിട്ട് വന്നിട്ട് ഹലോ എന്നൊക്കെ പറഞ്ഞ് സൗണ്ടൊക്കെ വെച്ചങ്ങോട്ട് അപ്പോൾ പ്രൊജക്ടർ കൊണ്ടുവരുന്ന ആളെന്ന് പറഞ്ഞാൽ ഒരു കാറിലാണ് കൊണ്ടുവരുന്നത്, പ്രത്യേകം ഇതൊക്കെ വെച്ചിട്ട് അംബാസിഡർ കാറാണ്. ഇത് കൊണ്ടുവന്ന് അങ്ങോട്ട് വെച്ച് സംഭവം ഇതങ്ങോട്ടാക്കിയിട്ട് ഇയാൾ മറി എന്താ പ്രൊജക്ടർ ഇരിക്കുന്നുണ്ടല്ലേ മറി അവിടെ കണക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടോ തട്ടിയ പ്രശ്നമാണ് അവിടെ സംഭവം ഇതായിട്ട്. അപ്പോൾ നമ്മൾ പരിപാടിയിൽ നമ്മളെല്ലാവരും അവിടെ ആകാംക്ഷയോടെ കാര്യം നമ്മുടെ ഫോട്ടോസ് എല്ലാം റെഡിയാക്കി കൊടുത്തു. ആദ്യമായിട്ടാണ് ഈ പ്രോഗ്രാമിന് പ്രൊജക്ടർ എല്ലാം റെഡിയാക്കി എഡിറ്റ് ചെയ്ത് കൊണ്ടുവന്നവിടെ ഞങ്ങളുടെ പേര് ഫിഗറും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം. അതെ, പെട്ടെന്ന് അങ്ങനെ ഈ പുള്ളി എല്ലാം റെഡിയായിട്ട് എല്ലാവരും കാത്തിരിക്കുക. അപ്പോൾ ഭയങ്കരമായ ഒരു മ്യൂസിക് അങ്ങോട്ട് ഇട്ടു. തിരുവനന്തപുരം ഹാസ്യ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നു മെഗാ ഷോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നവർ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പ്രൊജക്ടർ ഓൺ ആയിക്കോണം. ഇതവിടെ അങ്ങോട്ട് സെറ്റാക്കിയിട്ട് ലെവൻ അങ്ങോട്ട് ഇതേപ്പോഴത്തേക്കുണ്ടല്ലോ ഈ സാധനം അവിടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരു ഇരുട്ട് മാത്രമാണ്. ഫോട്ടോ വരുന്നില്ല. രാജാ സാഹിബ് ഇരുട്ട് മാത്രം. അടുത്തത്
നെൽസൺ ചൂരനാട്. അപ്പോഴും ഇരുട്ട്. അപ്പോഴും ഇരുട്ട്. നോക്കുമ്പോഴത്തേക്ക് പിന്നെ ഫോട്ടോസും ഒന്നും പ്രൊജക്റ്റിലും ലൈറ്റിലും വരുന്നില്ല, സംഭവം വരുന്നില്ല. ആകെപ്പാട് മൊത്തം ആൾക്കാർ ഇതെല്ലാം കണ്ടിട്ട് പേര് മാത്രമേ വരുന്നുള്ളൂ, ആളിൻ്റെ ഫോട്ടോ വരുന്നില്ല. ഇവന്മാർ ഈ പ്രൊജക്ടർ മറ്റവനാണെങ്കിലും നോക്കുമ്പോൾ ലൈറ്റിൽ പ്രൊജക്ടറിനെയും കാണുന്നില്ല, ആളിനെയും കാണുന്നില്ല. അവൻ അവിടെ നിന്ന് സാധനം പ്രൊജക്ടർ വർക്ക് ചെയ്യുന്നില്ല. 25,000 രൂപ കൊടുത്ത സ്കൂള് മൊത്തം 18 മൂടി. ലാസ്റ്റ് ഞങ്ങളെ നേരിട്ട് വിളിക്കാം അങ്ങനെ തീരുമാനമായി. അപ്പം രാജാ സാഹിബ്, നെൽസൺ അങ്ങനെ നിരത്തി പിടിച്ച് ഡിറ്റേഷൻ്റെ പേരെഴുതുമ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കുണ്ടല്ലോ, പെട്ടെന്ന് ഞാനിങ്ങനെ നിൽക്കുമ്പം ഇങ്ങനെ സാധനം കൂടെ പോയി. ഞാൻ തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഒരു ചെരുപ്പടാ, ഒരു ചെരുപ്പ് ഇങ്ങനെ മാറി, അടുത്ത ചെരുപ്പ്. നെൽസൺ ഇങ്ങനെ മാറി. ഞാൻ നോക്കുമ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു സാധനം. പരിപാടി അങ്ങോട്ട് ഓരോ സൈഡിൽ നിന്ന് ഓരോരുത്തർ സാധനം എടുത്ത് എറിയാൻ തുടങ്ങി. മുട്ട മാത്രം എറിഞ്ഞില്ല ഭാഗ്യത്തിന്, ചെരുപ്പ് വന്നു. അവിടുത്തെ കമ്മിറ്റിക്കാരും മറ്റേ ടീമുകളും തന്നെ, പിള്ളേർക്ക് അറിയത്തില്ലല്ലോ, പക്ഷേ അവിടുത്തെ സ്കൂളിൻ്റെ ഉള്ള ആൾക്കാരൊക്കെ തന്നെ പരിപാടികൾ. അന്നത്തോടുകൂടി മെഗാ ഷോയും ഈ പ്രൊജക്ടറും. എല്ലാവരുടെയും കലാജീവിതത്തിൽ ഇത്തരത്തിലുള്ള പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. നിനക്കുണ്ടായിട്ടുണ്ട്? എനിക്കുണ്ടായിട്ടുണ്ട്. കരിമുകളിനടുത്ത് കാണിനാട് എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട്. കാണിനാട് ക്ഷേത്രം. അപ്പോൾ അത്യാവശ്യം ക്രൗഡ് കൂടുന്ന ഒരു സ്ഥലമാണ് കാണിനാട്. ഇത്തിരി വലിയൊരു അമ്പലം. ആദ്യകാലങ്ങളാണ്, ഞാനൊക്കെ ഏകദേശം ഒരു 4-5 സ്റ്റേജൊക്കെ ആയിട്ടുള്ളൂ. അപ്പം അതിനുവേണ്ടി ഭയങ്കര ഒരുക്കമായിരിക്കും. അത് ഞങ്ങളുടെ നാട്ടിലെ തന്നെ ഒരു തയ്യൽ കടക്കാരനാണ് ഈ കാണിനാട് ക്ഷേത്രത്തിലൊരു പ്രോഗ്രാം പിടിച്ചു. പക്ഷെ ആ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കുറച്ച് ദൂരെ നിന്നൊക്കെ ആളുകൾ വണ്ടി വിളിച്ചു വരും. ഈ അന്നത്തെ പ്രൊഫഷണൽ ഷോകളെല്ലാം നടക്കുന്നത് ആ അമ്പലത്തിലാണ്. ബാക്കി നമ്മുടെ നാട്ടിൻപുറത്തുള്ള പരിപാടികൾ നടക്കുന്ന അമ്പലങ്ങളുള്ളൂ. ഈ ക്ഷേത്രം ഇത്തിരി വലുതാണ്. അപ്പോൾ ഒരു പ്രോഗ്രാം ഇയാൾ പിടിച്ചു. ഞങ്ങൾ ഞെട്ടിപ്പോയി, ഞങ്ങൾക്കൊരു പ്രോഗ്രാം തരികയാണ് അവിടെ. അപ്പോൾ പുള്ളി പറഞ്ഞു ഞങ്ങൾ കരിമുകൾ ജൂനിയേഴ്സ് എന്ന പേര് വെച്ചു. അപ്പോൾ പറഞ്ഞാ അതൊരു സുഖമില്ല, കരിമുകൾ ജൂനിയേഴ്സ് പോലെ കൊച്ചിൻ എന്ന് നിങ്ങൾ ചേർക്കണം. ഓ കൊച്ചിനോ? അപ്പോൾ അവർ പറഞ്ഞു കൊച്ചിൻ ജോക്കേഴ്സ്. അത് നല്ല പേര്. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ ഉണ്ണിയുണ്ട്. ഉണ്ണി പറഞ്ഞു, ഉണ്ണി മെഡിക്കൽ റെപ്പാണ്. അപ്പോൾ അവൻ നമ്മുടെ ഉണ്ണി പല സ്ഥലങ്ങളിലും ഇങ്ങനെ മെഡിക്കൽ റെപ്പായിട്ട് മരുന്നിൻ്റെ ഇതിന് പോകുമ്പോൾ പേരുകൾ കാണും. അപ്പോൾ അവൻ പറഞ്ഞു ഇടാ ജോക്കേഴ്സ് എന്ന് പറഞ്ഞൊരു പേര് ആലുവയിൽ, അതായത് ഇവിടെ മാർട്ടിനും സാജിക്കുടീനെല്ലാം കൂടി ആലുവയിൽ അത് ജോക്കേഴ്സാണ്, നമുക്ക് കൊച്ചിൻ ജോക്കേഴ്സ് എന്ന് പറഞ്ഞിടാന്ന് പറഞ്ഞു. അങ്ങനെ ഈ നോട്ടീസിൽ ആദ്യമായിട്ട് പേര് വരികയാണ് കൊച്ചിൻ ജോക്കേഴ്സ്. രാത്രി 9 മണിക്ക് കൊച്ചിൻ ജോക്കേഴ്സിൻ്റെ മിമിക്സ് പരേഡ്. അപ്പം ഈ ജയറാമേട്ടനൊക്കെ എറണാകുളത്തിലുണ്ട്, അവർക്കും കൊച്ചിൻ ജോക്കേഴ്സ് എന്തോ പറഞ്ഞൊരു മാട്ട ട്രൂപ്പ് ഉണ്ട്. ഈ ജനം മൊത്തം പ്രതീക്ഷിച്ചത് ഈ ജയറാം പോലുള്ള കലാകാരന്മാരെ കൊച്ചിൻ ജോക്കേഴ്സ് ആണെന്നാണ്. അപ്പം ഞങ്ങൾ അന്ന് ഞാൻ വളരെ കുഞ്ഞാണ്, ഞാനൊരു 35 രൂപയുടെ ഒരു മഞ്ഞ ഷർട്ടൊക്കെ മേടിച്ച്, അത്രയ്ക്കുള്ള 4 പോക്കറ്റൊക്കെ ഉള്ള ഷെജിക്കാറിൻ്റെ അതിനുവേണ്ടി ഒരു മഞ്ഞ പോക്കറ്റൊക്കെ ഉള്ളൊരു ഷർട്ടൊക്കെ മേടിച്ച്, കർട്ടൻ 70, ആ പരിപാടിക്ക് മൊത്തം 75 രൂപയുള്ളൂ. ഈ കർട്ടൻ 80 രൂപയാവും. കർട്ടൻ വേണമല്ലോ, കർട്ടനൊക്കെ പൊങ്ങിയിരിക്കും ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് റിഹേഴ്സലൊക്കെ ചെയ്ത് അവിടെ കാണിനാട് ക്ഷേത്രത്തിൽ പോയി ഈ കർട്ടനെല്ലാം കെട്ടിയിട്ട് ഞങ്ങൾ പ്രോഗ്രാമിൻ്റെ അന്ന് അവിടെ ചെന്ന് ഇങ്ങനെ പ്രോഗ്രാം ജനം എന്ന് പറഞ്ഞ കൊച്ചിൻ ജോക്കേഴ്സ് ജയറാമിൻ്റെയൊക്കെ ഷോ കാണാൻ കോലഞ്ചേരി മൂവാറ്റുപുഴ മുതലുള്ള ആളുകൾ ടേപ്പ് റെക്കോർഡ് വിട്ട് വന്നേക്കാം. അന്ന് ടേപ്പ് റെക്കോർഡ് കൊണ്ടുവരും. എന്നിട്ട് ഈ സാധനം ഓണാക്കിയിട്ട് ഈ സ്പീക്കറിൻ്റെ അടുത്ത് പിടിക്കും. അങ്ങനെ ഐറ്റംസ് അടിച്ചുകൊണ്ട് പോകും. അതെ. അപ്പം ഞങ്ങളുടെ നാട് കരിമുകൾ, ഇത് കാണിനാട്. അപ്പോൾ കരിമുകളിൽ നിന്നുള്ള ഞങ്ങളുടെ സപ്പോർട്ടേഴ്സ്, അതായത് ഞങ്ങളുടെ കൂട്ടുകാരന്മാർ അവരുടെ നാട്ടുകാരെല്ലാം കൂടെ ഇങ്ങനെ പോയി ഫ്രണ്ടിൽ ഇരിക്കുന്നു. ഈ പുറം സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളെല്ലാം ടേപ്പ് റെക്കോർഡ് ഇട്ട് വന്ന് ജനം ഏതാണെന്ന് അറിഞ്ഞു. പരിപാടി അങ്ങ് തുടങ്ങി. ഈ മ്യൂസിക് കർട്ടൻ അപ്പം എൻ്റെ കൂട്ടുകാരൻ നീ വലിക്കുന്നു, അവർ നല്ല ഇങ്ങനെ വലിച്ച് കർട്ടൻ അങ്ങോട്ട് പൊങ്ങി. പരിപാടി നോക്കിയപ്പോൾ ആളുകൾ നോക്കിയപ്പോൾ ഈ മൈക്കയിൽ 4-5 പിള്ളേർ തൂങ്ങിക്കിടക്കുക, പള്ളി പോലെ ഞാനൊക്കെ ദൂരെ നിന്ന് വന്നമാർക്ക് ഇത് സഹിക്കൂ. ഇവർ ഞങ്ങളുടെ ഐറ്റം കളിക്കുമ്പോൾ ഇവരെന്ത് ചെയ്യുന്നത്, സ്പീക്കർ ഉണ്ടല്ലോ, സ്പീക്കറിൻ്റെ കേബിൾ ഇങ്ങനെ ഒരു കുത്തും. ഇത് തന്നെ പണി. ഇപ്പം നീ പറഞ്ഞു ഞാൻ നോക്കി ഒരു ചെരുപ്പ് എന്ന് പറഞ്ഞ് ഈ മൈക്കിൻ്റെ സ്റ്റാൻഡിൽ വന്നങ്ങ് അടിച്ചു. ഞാൻ ഞെട്ടിപ്പോയി. അടുത്ത ചെരുപ്പ് ഈ ബാക്കിലേക്ക് ഇങ്ങനെ ഇതിൻ്റെ കറക്റ്റ് ഇടയിലൂടെ പറഞ്ഞു പോകുന്നത്. അപ്പൊ കർട്ടനുണ്ടെന്നുണ്ട് ഇവൻ എന്ത് ചെയ്ത് ഇടൂല, ഇവനറിയാൻ പാടില്ല, ഇവനിങ്ങനെ പേടിച്ചിട്ട് ഇങ്ങനെ കർട്ടൻ മുറുക്ക വലിച്ച് ടൈറ്റ് ചെയ്ത് പിടിച്ചേക്ക് ഒരു വിധത്തിൽ കർട്ടനിട്ട് ആളുകളെല്ലാം പിരിച്ചു. അപ്പം ഞങ്ങളുടെ നാട്ടിലുള്ളവരുകൊണ്ട് എറിയരുത് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ നാട്ടുകാരും പുറത്തുനിന്ന് വന്നവരും തമ്മിൽ അടിയായി. അങ്ങനെ ആളുകൾ 2 കരക്കാർ ഞങ്ങളെ ഇങ്ങനെ ചെയ്യണ കണ്ടപ്പോൾ വേറൊരു നാട്ടിൽ തന്നെ ഞങ്ങൾ പരിപാടി നടത്തണേ, ഞങ്ങളുടെ നാട്ടുകാരെല്ലാം വന്ന് അതങ്ങനെ 8 നിലയിൽ അങ്ങ് പൊളിഞ്ഞു.
അപ്പൊ ഈ ചെരുപ്പിന്റെ ഏറ് എന്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ പറയാം. അതെ അതെ അതെ. പക്ഷേ മുട്ടയേറ് ചില സ്ഥലങ്ങളിൽ ചിലർക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് ചില പരിപാടികളിൽ ചില ആൾക്കാർ എൻ്റെ അടുത്ത് സുഹൃത്തുക്കളാ അവിടെ ഭയങ്കര ഡേഞ്ചറസ് ടീമുകളാണ് കേട്ടോ, പരിപാടി പൊളിഞ്ഞാൽ മുട്ടക്കേറ് കിട്ടുമെന്നൊക്കെ പറഞ്ഞു. ഞാൻ വാജ്പേയി ചെയ്യുന്ന സമയത്ത് ഒരു പരിപാടിക്ക് പോയപ്പോഴത്തേക്ക് എന്നെ ഒരുത്തം പിടിച്ചു നിർത്തി. പുള്ളി വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ചെയ്തത് ശരിയായില്ല. ഞാൻ പറഞ്ഞു, എന്താ ചെയ്യുക, എന്താ ചേട്ടാ പ്രശ്നം, നിങ്ങൾ ചെയ്തത് ശരിയായില്ല. ഞാൻ പറഞ്ഞു, എന്താ പ്രോബ്ലം എന്താണ്, നിങ്ങൾ പ്രധാനമന്ത്രി അന്വേഷിച്ച് ശരിയായില്ല. അയ്യോ ചേട്ടാ, ഞാൻ അടുത്ത പ്രാവശ്യം നന്നായിക്കോളാം, കുറച്ചുകൂടെ നന്നായിക്കോളാം. കുറച്ചുകൂടെ അതല്ല, നിങ്ങൾ ചെയ്ത നടപടി ശരിയായില്ല. ഓ, നടപടിയോ, എന്താണ്, ഞാൻ പറഞ്ഞതിന് വല്ല തെറ്റ് വല്ലതും ഉണ്ടായോ ചേട്ടാ? ആ നടപടി ഒട്ടും ശരിയല്ല. അല്ല, ഞാൻ പറഞ്ഞു ചേട്ടാ, ഞാൻ പറഞ്ഞത് ഹിന്ദിയിലാണ് ഞാൻ പറഞ്ഞത്. ആ നമസ്കാർ ആപ് സബ് ലോഗ് കോ ദേക്കർ മുझे बहुत खुश हुआ है എന്ന് പറഞ്ഞാൽ ചേട്ടൻ എന്താണെന്ന് മനസ്സിലായി. അതൊന്നും എനിക്കറിയണ്ട, നിങ്ങൾ ചെയ്ത നടപടി ശരിയായില്ല. ഇതാണ് അവൻ്റെ നടപടി. ആ നടപടിയിൽ നിൽക്കുകയാണ്. ചില ആളുകളുണ്ട് ഇത് അങ്ങനെ തന്നെ അവൻ സ്റ്റിക്കോണാണ്. ഇതിനകത്ത് നിന്ന് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നില്ല. നിങ്ങൾ ഇതൊന്നും പറയണ്ട. ഞാൻ പറഞ്ഞ ആപ് സബ് ലോഗ് കോ ദേക്കർ മുझे बहुत खुश हुआ है എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങളെ എല്ലാം കാണാൻ കഴിഞ്ഞത് എനിക്ക് വളരെ സന്തോഷമാണ്, പക്ഷേ അത് എനിക്ക് ശരിയായില്ല. നിങ്ങളുടെ നടപടി എനിക്കിഷ്ടപ്പെട്ടില്ല. അത് നിങ്ങൾ ഇവിടുന്ന് പോകത്തില്ല. ഞാൻ പറഞ്ഞു, എന്താ പോകാത്ത, ചേട്ടൻ്റെ വീട്ടിൽ കൊണ്ട് കിടത്താനുള്ള പരിപാടിയെല്ലാം ഉണ്ട്, നീ എന്നെ വരല്ലേ, നീ ഒരു കാര്യം മനസ്സിലാക്കണം, നീ ഇവിടുന്ന് ഇഴഞ്ഞു പോവും എന്നൊക്കെ പറഞ്ഞു. ഉടനെ ഞാൻ പറഞ്ഞു, ഈ പ്രോഗ്രാം ബുക്ക് ചെയ്തിട്ട് ചേട്ടനുണ്ട്. അയാൾ അപ്പോഴത്തേക്കും ഇത് മറ്റേ കേസ് എടുത്തുകൊണ്ട് അങ്ങോട്ട് വന്നപ്പോഴത്തേക്കും നമ്മൾ, ചേട്ടാ ഈ ചേട്ടനെ അറിയോ? എന്താടാ, ആരാ, എന്താ വാജ്പേയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളി എന്നെ ഭയങ്കര, ഈ പുള്ളി വളരെ ഇഷ്ടപ്പെട്ടിട്ട് എൻ്റെ വാജ്പേയി കാണുന്നത് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളി പ്രത്യേകം നമ്മുടെ പത്തനംതിട്ട സാരംഗിൽ പ്രത്യേകം നിർബന്ധിച്ച് ഈ പ്രോഗ്രാം ഉണ്ടെങ്കിൽ ബുക്ക് ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ടാണ് വന്നത്. അങ്ങനെ ആ ഗ്യാപ്പിലെ മിമിക്രിയിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഇതായിരുന്നു. ഇത് ഇയാൾ പറഞ്ഞ്, പുള്ളി അത് ചെയ്ത് ശരിയായില്ല കേട്ടോ. ഉടനെ, നീ ആരാടാ അത് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ഇയാളൊരു ഒറ്റ അടിയാൻ്റെ മോന്തയ്ക്ക് കൊടുത്തു. എടാ, ഇത് ഈ പാർട്ടി കണ്ടുപിടിച്ചവനാടാ ഞാൻ, ഈ പാർട്ടി കണ്ടുപിടിച്ചവനാടാ ഞാൻ. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് പ്രോഗ്രാം കഴിഞ്ഞിട്ട് എൻ്റെ കാറിലാണ് പോകുന്നത്. അവിടെ നിന്ന് പുറത്തുനിന്ന് കല്ലൊക്കെ എടുത്ത് ഇവൻ ദൂരെ ദേശത്തിൽ വന്നിട്ട് എറിയാൻ, ഞാൻ വണ്ടി ദൂരാണ് ഓളാം, അവനെ തെറിയും പറഞ്ഞിട്ട് പോയി. ഞാൻ നമ്മൾ സൗദി പോയപ്പോൾ ഒരു അറബി രാജയ്ക്ക് സ്റ്റേജിൽ വെച്ചൊരു മെമൻറ്റോ തന്നിട്ട്, നമ്മൾ ദിലീപേട്ടൻ, അതുപോലെ നാദർഷിക്ക, പിന്നെ ഞാൻ, നീ, പിന്നെ നമ്മുടെ ഇവൻ അയ്യപ്പ ബൈജു, വിനയൻ സാർ. അന്ന് എന്തോ ഒരു നമ്മൾ താമസിച്ച് അറിയാം. അവിടെ ഒരു മിലിറ്ററി, സൗദിയിൽ ജിദ്ദയിൽ മൂന്ന് സ്കാനിങ് കഴിഞ്ഞ് അകത്ത് കയറിയാലേ നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റും. ഒരു മിലിറ്ററി ക്യാമ്പിൽ, അമേരിക്കൻ മിലിറ്ററി ക്യാമ്പാണ്. അതെ, അവിടെയാണ് നമുക്ക് മറ്റുള്ളവർക്ക് അത്രയും സ്വാതന്ത്ര്യമായിട്ട് നിൽക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇവിടെ നല്ല എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അവിടെ എന്താ പറയുക, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ, അമേരിക്കയിൽ പോയാൽ എങ്ങനെയാണ് ആ സ്റ്റൈലിൽ നിങ്ങൾക്ക് അവിടെ ഇരിക്കാം, അത്ര സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മളവിടെ കൊണ്ടാക്കി. അപ്പോൾ അവിടുത്തെ പരിപാടിക്ക് നമ്മൾ ഈ സൗദിയിലെ പ്രോഗ്രാം ദമാമിലല്ലായിരുന്നു, ദമാമിൽ ഈ പ്രോഗ്രാം കഴിഞ്ഞ സമയത്ത് എനിക്ക് കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് അവിടെ ഏറ്റവും വലിയ രസം. എനിക്ക് ഓർമ്മയുണ്ട്, നമ്മളെ ഗ്യാപ്പിൽ മിമിക്രി ചെയ്തു, നിങ്ങൾ ചെയ്തു, ഞാൻ ചെയ്തു. എൻ്റെ വൺ മാൻ ഷോയിൽ പല വേഷം മാറി വന്നപ്പോഴത്തേക്ക് ഈ അറബി എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, യുവർ മിമിക്രി ഗുഡ്, യു വാണ്ട് ടു ആക്ട് ഇൻ അറബിക് സീരിയൽ എന്ന് ചോദിച്ചു. അതെ. ഞാനപ്പം പറഞ്ഞു, ഐ കാൻ ഫോളോ യുവർ ലാംഗ്വേജ്. മലബാറീസ് എന്നാണ് മലയാളികൾ പറയുന്നത്. മെനി മലബാറീസ് ടോക്കിംഗ് അറബിക് വെരി ഫ്ലുവൻ്റ്ലി, വൈ കാൻ യു ട്രൈ ഇറ്റ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഐ ക്യാൻ ടേക്ക് ഇറ്റ് ആസ് എ ചാലഞ്ച് എന്ന് പറഞ്ഞു. ഈ മനുഷ്യന് മാത്രം ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയും. അപ്പോൾ ഈ പുള്ളി ലണ്ടനിൽ പഠിച്ച ആളാണ്. ഈ പുള്ളി പറഞ്ഞ്, ഐ ആം ദ ഡയറക്ടർ ഓഫ് ദിസ് ദിസ് സീരിയൽ. ഇയാൾക്ക് ഏറ്റവും നല്ല സീരിയലിനുള്ള മെമൻറ്റോ ആദരിക്കുന്ന പരിപാടിയായിരുന്നു. അപ്പോൾ ഈ പുള്ളിയും നമ്മുടെ ജോസഫേട്ടനാണ് അതിൻ്റെ ഈ ക്യാമറ എഡിറ്റിംഗ് സംഭവങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി, അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് എങ്ങനെയാണ്, വാട്ട്സ് ദ സ്പെഷ്യലൈസേഷൻ ഓഫ് ദിസ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക്, യു വിൽ ബി ഫസ്റ്റ് ആക്ടിങ് ഇൻ അറബിക് സീരിയൽ. അറബിക് സീരിയൽ ഇതുവരെ ആരും അഭിനയിച്ചിട്ടില്ല. യു ആർ ദി ഫസ്റ്റ് മല്ലു ആക്ടിങ്. മലബാറി എന്നാണ് അവർ പറഞ്ഞത്. ഇപ്പോഴാണ് ഈ മല്ലു എന്നൊക്കെ ആയിരുന്നു. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഇത് കൊള്ളാമല്ലോ, ഒരു ചാലഞ്ചായിട്ട് ഏറ്റെടുക്കാം. അപ്പോൾ എന്താണ് വാട്ട്സ് എ ഡിമാൻഡ് എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, യു ക്യാൻ ഡിസൈഡ് എന്ന് പറഞ്ഞു. അപ്പം
അവിടെ ജോസഫേട്ടൻ ഹീസ് എ വെരി ബിഗ് ഹീറോ ഇൻ മലയാളം ഇൻ അപരന്മാർ നഗരത്തിൽ എന്നൊക്കെ പറഞ്ഞു പുള്ളി. പെർ ഡേ 1 lakh rupees പേയ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞു. ഇറ്റ്സ് കംഫർട്ട് ഫോർ അസ്. അവർ പറഞ്ഞു നോ പ്രോബ്ലം. അപ്പോൾ 5 ദിവസം ഷൂട്ടിങ് 5 ലക്ഷം രൂപ. എൻ്റെ പൊന്നെ, ഞാൻ ധാരാളം പ്രോഗ്രാമിന് പോലും അത്രയും പൈസ ഇല്ല. ഞാൻ നോക്കുമ്പോഴത്തേക്ക് ചുമ്മാ വെറുതെ സ്വപ്നം കാണാമല്ലേ, ഞാനങ്ങ് സമ്മതിച്ചു കൊടുത്തു. നമ്പർ മേടിച്ചു. ഒരു ഇത്രയും കെട്ട് സീൻ ഇവിടെ മൂന്നാറും ഷൂട്ടിംഗ് ഉണ്ട്, സൗദിയിലും ഷൂട്ടിംഗ് ഉണ്ട്. എനിക്കത് അയച്ചു തന്നു. ഞാൻ എന്നിട്ട് എന്ത് ചെയ്തു, നമ്മുടെ 5 സ്റ്റാർ തട്ടുകട എന്ന് പറഞ്ഞ പരിപാടി ഷൂട്ടിംഗ് നടക്കുന്ന സമയത്താണ് ഈ ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. സ്ക്രിപ്റ്റ് പഠിക്കാൻ വേണ്ടി ഞാനൊരു അറബിക് ടീച്ചറെ കൂടെ കൊണ്ടുപോകും. അതൊരു കൊച്ചു പയ്യൻ. അവൻ എനിക്ക് സ്ക്രിപ്റ്റ് അറബിയിൽ വായിച്ചിട്ട് അത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് നമുക്കിങ്ങനെ അത് കാണിച്ചു തന്നു, പറഞ്ഞു തന്നു. ഇതിവിടെ പോസിങ് ഇവിടെ ഇതാണ് ഇങ്ങനെ. അപ്പോൾ അതിനകത്ത് എനിക്ക് ഓർമ്മയുള്ളൊരു ഡയലോഗാണ്, അന അന്തഫി മഷ്റൂത്ത് ചാരത്തിൽ മത്ലൂബ് മിന്നി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാണുന്ന എസ്റ്റേറ്റ് എൻ്റെതാണെന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് രണ്ടും കൂടെ ഞാനിങ്ങനെ പഠിച്ച് ഇതായിട്ട് ഫ്ലുവൻ്റായിട്ട് സംഭവം ഷൂട്ടിങ്ങിന് ചെന്നപ്പോഴത്തേക്കുണ്ടല്ലോ, ഈ ഓസ്കാർ അവാർഡ് നമുക്ക് കിട്ടുന്നതിന് മുൻപ്, നമ്മളെ റസൂൽ പൂക്കുട്ടിക്ക് കിട്ടുന്നതിന് മുമ്പ് ഈ സാധനം ആ കംപ്ലീറ്റ് ഫെസിലിറ്റീസ് മൈക്ക് ഇവിടെ കൊണ്ടുവന്ന് മൂന്നാർ വെച്ച് ആദ്യം കൊണ്ടുവന്ന് ഷൂട്ട് ചെയ്യുന്നവരുടെ 8 കോടിയാണ് അന്നത്തെ ബഡ്ജറ്റ് ഇവരുടെ. അതാണ് എനിക്ക് 5 ലക്ഷം രൂപ 5 ദിവസം കൊണ്ട് തരാമെന്ന് പറഞ്ഞത്. ഇത് വെറുതെയാണ് ഞാൻ വിചാരിച്ചിട്ട്, വെറുതെ വേസ്റ്റായിട്ട് അല്ല. അത് ഷൂട്ട് നടന്നു ഇവിടെ, ഷൂട്ട് നടന്നു. അത് ടെലികാസ്റ്റിംഗ് ചെയ്ത് ന്യൂസിലും വന്നു, നമ്മുടെ ചാനലുകളിൽ ഏഷ്യാനെറ്റ് സ്പെഷ്യൽ ന്യൂസിൽ വന്നു, കൈരളി ചാനലിൽ ഇതിനകത്ത് കാണിച്ചു. ഇതിലിങ്ങനെ ആ സമയത്ത് വാർത്ത സ്പെഷ്യലായിട്ട് ഇത് കാണിച്ചു. അടിപൊളി അടിപൊളി. മലയാളികളിൽ ഇന്ത്യയിൽ നിന്ന് ആദ്യത്തെ ഇന്ത്യക്കാരൻ ഇന്ന ആളാണ് ഇതിലത്. എന്നിട്ട് അവർ ഈ പ്രോജക്റ്റ് ഹൈലൈറ്റ് ചെയ്ത് സൗദി ചാനലിലാണ് ഇത് കാണിക്കുന്നത്. ഈ വാളും തന്നെ മക്ക മദീനയൊക്കെ എപ്പോഴും കാണിക്കുന്നത്. ഞാൻ അത്ര വലിയ സംഭവമായിട്ട് എടുത്തില്ല. എന്തോ ഒരു ഭാഗ്യത്തിന് ആ ഒരു സംഭവം നടന്നു. പിന്നെ ഒരു ഇന്നോവ കിറക്കങ്ങ് നോക്കിയത്. ഇത് ഓർമ്മയുണ്ട്, നമ്മൾ അന്ന് പ്രോഗ്രാം ചെയ്യുമ്പോൾ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. രാജയ്ക്ക് ഓർമ്മയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അന്ന് ദമാമിൽ അങ്ങനെ പ്രോഗ്രാമുകളില്ല. ഗൾഫിലെ പല സ്ഥലങ്ങളിലും ഷോ ഉണ്ടെങ്കിലും ദമാമിൽ ഷോ ഇല്ല. സൗദിയിൽ ഷോ ഇല്ല. പബ്ലിക് ഷോ പാടില്ല. അതെ, നടക്കും വളരെ ഉള്ളിൽ എവിടെയെങ്കിലും ചെറിയ സ്ഥലങ്ങൾ. അതൊരു ബിൽഡക്കകത്തൊക്കെ കയറ്റി വെച്ചാണ് ഈ ഷോ നടന്ന ആദ്യമായിട്ടൊരു പാർക്കിലാണ്, പബ്ലിക് പാർക്കിലാണ്. ആണുങ്ങളും പെണ്ണുങ്ങളും 1 കിലോമീറ്റർ ദൂരമായിട്ട് ഇരുത്തി ഒരു ഗ്യാപ്പ്, ഒരു ലോറിയും ഫയർ എഞ്ചിനൊക്കെ അകത്തൂടെ കയറി പോകും. അങ്ങനെ ഇരുത്തി നമ്മൾ ഷോ നടന്നു. അന്ന് അവിടെ മുത്തബ. അപ്പൊ നമ്മൾ ഷോ ചെയ്യുമ്പോൾ ഈ മലയാളികൾ നോക്കി നിൽക്കുക, അവര് കണ്ണിങ്ങനെ റോട്ടിലിറങ്ങി ഈ മുത്തബ വരുന്നുണ്ടോന്ന്. അപ്പൊ താടിയൊക്കെ ആയിട്ട് വരും. അപ്പൊ ഇങ്ങനെ ഞാനും പുന്നപ്പറയും അതിന്റെ കളിച്ചുകൊണ്ടിരിക്കുന്നതും മുത്തബ എന്ന് പറഞ്ഞു. ഞാനും ഇവനിങ്ങനെ ഓടി പുറകെ പോയിട്ട് ഇങ്ങനെ. അപ്പൊ അവിടെ നിന്ന് കുഴപ്പമില്ല പോരെന്ന് പറഞ്ഞു. അപ്പൊ 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും വീണ്ടും വന്ന് നിനക്കറിയോ മുത്തബ എന്റെ ദൈവമേ. മുത്തബ എന്ന് പറഞ്ഞാൽ റിലീജിയസ് പോലീസ്, അവിടുത്തെ പോലീസ്. ഇവര് പിന്നെ നമ്മള് ഈ പിന്നെ ലേഡീസും ജെൻസും ഇങ്ങനെ റിലീജിയസ് ആയിട്ട് അവർക്ക് വിരുദ്ധമായി എന്ത് ചെയ്താലും അവരെ സ്പോട്ടിൽ രാജാവാണെങ്കിൽ പോലും അറസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ചങ്ക് കത്തി പ്രോഗ്രാം നടത്തിയൊരു സ്ഥലമാണ് സൗദിയില്. 3 മുത്തവ അടിച്ച് 3 പ്രാവശ്യം ഓടി 3 ഫ്ലാഷ് അടിച്ചതുപോലെ പോയി പേടിച്ചു പോയി. ഇപ്പൊ മാർക്കോസേട്ടനില്ലേ, വിളിച്ചോണ്ട് പോയി പാട്ട് പാടിയതിന് പിടിച്ചോണ്ട് പോയി. പുള്ളി അവിടെ ഇരുന്ന് കുറെ അറബി പാട്ട് പഠിച്ചതും മാപ്പിളപ്പാട്ട് പാടിയതും പുള്ളിക്ക് രക്ഷപ്പെട്ടു. ശരിയാ, അറിയാം. ഇല്ലെങ്കിൽ പുള്ളി തിരിച്ച് വരാൻ പറ്റില്ല. ജയിലിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ 15 വർഷം കണ്ടാണ് ഏറ്റവും മിനിമം ബാലൻസ് എന്ന് പറയുന്നതല്ല. മിനിമം ശിക്ഷ 15 വർഷം കണ്ടാണ്. അതെ. രാജനെ കാണുമ്പോൾ വിഷ്വലി കാണുമ്പോൾ രാജയിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രതീക്ഷ, ഒരു 2 വാക്ക് തമാശകൾ പറഞ്ഞെങ്കിലും രാജയുടെ മെയിനായിട്ട് സോങ് ഇമിറ്റേഷൻ ഫിഗറുകളൊക്കെ ആയിരുന്നു. നമ്മൾ മൻസൂർ അലിഖാൻ്റെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ ആദ്യമായിട്ട് SP-യുടെ ശബ്ദം ഞങ്ങൾ നമ്മുടെ മിമിക്രിക്കാർ നമ്മുടെ സുഹൃത്തുക്കളെല്ലാം കേൾക്കുന്ന രാജയുടെ വോയിസിലൂടെ അല്ലേ? കുഞ്ഞിതെന്തെങ്കിലും ഈ ഓരോ ഗായകരെ ഓരോരുത്തരെ നമ്മൾ ഗായകരെന്നല്ല ഓരോ വ്യക്തികളെ നമ്മൾ പുതിയതായിട്ട് ഇന്നോവേറ്റ് ചെയ്ത് കണ്ട് അനുകരിക്കാൻ ശ്രമിക്കുമ്പം ഞാൻ പുള്ളിയുടെ മൊത്തത്തിൽ ഉള്ള ഒബ്സർവേഷൻ ചെയ്യും. ഇപ്പം ജയനായിട്ടാണ് ഞാൻ നായകനായിട്ട് സിനിമ ചെയ്യുന്നത്. ജയനും എൻ്റെ കുടുംബമായിട്ട് നല്ല ഒരു സൗഹൃദ ബന്ധമുണ്ട്. ജയൻ്റെ അനിയൻ്റെ മോനും ഞാൻ ഒരുമിച്ച് പഠിച്ചതാണ്. എൻ്റെ കൂടെ ക്ലാസ്സിലാണ് പഠിച്ചത്. കണ്ണനായിരുന്നു, മരിച്ചുപോയി അടുത്തിടയ്ക്ക്. പുള്ളിയുടെ അച്ഛനും എൻ്റെ ഫാദറും നല്ല കൂട്ടുകാരും. പിന്നെ ജയൻ സാറിനെയൊക്കെ ഇടയ്ക്ക് അവിടെ ക്ലബിലൊക്കെ കൊണ്ടുവന്നിട്ട് സമ്മാനമൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. മലയാള സിനിമയിൽ വരുമ്പം ജയനെ അനുകരിച്ചുകൊണ്ട് അപരന്മാർ നഗരത്തിൽ ചെയ്തു. അത് സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞൊരു മിമിക്രി ആർട്ടിസ്റ്റിൻ്റെ കഥയാണ്. കോട്ടയം നസീർ നിസാർക്ക് ഡയറക്റ്റ് ചെയ്ത പടം. നവാസൊക്കെ ആയിരുന്നു എൻ്റെ പ്രൊഡ്യൂസറൊക്കെ.
എന്നതുപോലെ നമ്മൾ SP ബാലസുബ്രഹ്മണ്യത്തിൻ്റെ ആണ് ഞാൻ ആദ്യം ഗായകരിൽ ആദ്യം അനുകരിക്കാൻ ശ്രമിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ ഗായകൻ്റെ പാട്ടുകളും അദ്ദേഹത്തിൻ്റെ സൗണ്ടുകളും അതിൻ്റെ പെരുമാറ്റവും കൂടെയാണ് ഞാൻ ഒബ്സർവ് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സൗണ്ട് നമ്മളിപ്പോൾ ഒരു പരിപാടിക്ക് ഞാൻ കേട്ട ഒരു കാസറ്റിനകത്ത് അദ്ദേഹം പറയുന്ന ഒരു ലൈവ് ഷോയിൽ ഇറ്റ് ഈസ് ഹ്യൂമൻലി ഇമ്പോസിബിൾ ടു സിങ് എ സോങ് ലൈക്ക് ദിസ് വിതൗട്ട് ടേക്കിംഗ് എ ബ്രെത്ത്. நான் இந்த படி ஏறி வந்த போதே மூச்சு வாங்கிறது 4-5 பாட்டு பாட அப்புறம் மூச்சு வாங்கி தான் பாடுவேன். ஆனாலும் கை தட்டி ஆசீர்வாதம் பண்ணுங்க. கேளடி கண்மணி பாடதன் சங்கதி நீ இதை கேட்பதால் நெஞ்சிலோ நிம்மதி. It's a wonderful song composed by Ilayaraja, and thank you so much for watching this. അടിപൊളി അടിപൊളി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം അദ്ദേഹം പറയുന്നത് തൊട്ട് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് വരെ നമ്മൾ ചെയ്തു. ആ തടിയും കണ്ണടയും അദ്ദേഹത്തിൻ്റെ ഓരോ മീശ വെപ്പ് അതെല്ലാം. എം ജിയുടെ വോയിസും ഇതുപോലെ ചെയ്യാറില്ലേ? MG ഏട്ടൻ്റെ സംഭവം അനുകരിച്ച് തുടങ്ങുന്നത് ശരിക്കും സരിഗമയിൽ ആദ്യത്തെ മിമിക്രി ആർട്ടിസ്റ്റ് ഞാനായിരുന്നു. പുള്ളിയുടെ ഗസ്റ്റായിട്ട് വരുന്നു. മറ്റേത് സിനിമ സ്റ്റാറുകളെ മാത്രമേ വിളിക്കത്തുള്ളൂ. മിമിക്രി ആർട്ടിസ്റ്റിൽ ആദ്യം എന്നെ വിളിച്ചതെന്ന് വെച്ചാൽ അമേരിക്കൻ പ്രോഗ്രാമിന് ടിനിയും ഞാനും കൂടെ പ്രോഗ്രാം ചെയ്തു. അന്ന് MG ശ്രീകുമാരേട്ടൻ്റെ പാട്ട് ഞാൻ പാടുമായിരുന്നു, അനുകരിച്ച് ജസ്റ്റ് പാടുന്ന ഒരു സംഭവം. പുള്ളിയുടെ സംഭാഷണം എനിക്കറിയത്തില്ലായിരുന്നു. പുള്ളി വന്നിട്ട് ഞങ്ങൾക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ടേ പരിപാടിയുള്ളൂ. ആ സമയത്ത് പുള്ളി ഞങ്ങളുമായിട്ട് ഭയങ്കരമായിട്ട് നല്ല അസോസിയേറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കും പുള്ളി ഞങ്ങളുടെ റൂമിൽ നിന്ന് മാറാനില്ല. കഥകൾ പറഞ്ഞ് പുള്ളി ഒരുപാട് സംസാരിക്കും. കഥകളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് പുള്ളിയുടെ സംഭാഷണം ഏകദേശം നമ്മൾ നേരിട്ട് കിട്ടി. അപ്പം പുള്ളി ഓരോരോ കഥ പറയുമ്പോഴും നമ്മൾ പുള്ളി ഇങ്ങനെ വാച്ച് ചെയ്തു. അപ്പം ടിനിയും ഇടയ്ക്കിടയ്ക്ക് പുള്ളിയുടെ സൗണ്ടൊക്കെ ഇങ്ങനെ അനുകരിക്കും. പുള്ളി ഇപ്പം വന്ന് നമ്മളത് മറ്റേ ലിസ്റ്റൊക്കെ ചോദിക്കും. അപ്പം അത് കറക്റ്റായിട്ടും പറഞ്ഞില്ലെങ്കിൽ പുള്ളി ചിലപ്പം നമ്മളെ തെറി പറയുന്നുണ്ട്, ഭയങ്കര സംഭവട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ വന്നു. രാജസാഹിബേ, നമ്മളിപ്പം ഇവിടെ ആദ്യത്തെ പാട്ടെന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങും. സ്വാമിനാഥ പരിപാലയ സുമ എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഇങ്ങനെ ഓരോ സാധനങ്ങളും ക്ലാസിക്ക് സെമി ക്ലാസിക്ക്. അപ്പോൾ നമ്മുടെ അടുത്തൊക്കെ ഓരോ അഭിപ്രായങ്ങൾ ചോദിച്ചു, നിങ്ങളിതിനിടയ്ക്ക് എപ്പോഴാണ് കയറുന്നത് എങ്ങനെയാണെന്നൊക്കെ എന്നുള്ള സംഭാഷണങ്ങൾ. അപ്പം ഞാനിങ്ങനെ പുള്ളിയുടെ സൗണ്ടും നമുക്കിഷ്ടമാണല്ലോ ഇവരുടെ സ്വകാര്യ കാര്യങ്ങൾ കേൾക്കാൻ ഭയങ്കര ഇഷ്ടം. അപ്പം നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അതെ. അപ്പം ഒരു സ്റ്റേജിൽ ആദ്യത്തെ സ്റ്റേജിൽ ന്യൂയോർക്കിൽ വെച്ച് പുള്ളീനെ നിർത്തിക്കൊണ്ട് പുള്ളീനെ ഞങ്ങൾ പെട്ടെന്ന് ടിനിയായിട്ട് പ്ലാൻ ചെയ്തു. നീ പുള്ളീനെ ചെയ്യുമ്പോൾ ഞാൻ പുള്ളീനെ സ്റ്റേജിലോട്ട് അങ്ങ് വിളിക്കും. അപ്പം വിളിക്കുമ്പോൾ ആൾക്കാരെ മുമ്പ് വെച്ച് വിളിക്കുമ്പോൾ വരാതിരിക്കാൻ പറ്റില്ല, പുള്ളി ഇങ്ങ് വിളിക്കാം. അപ്പം പുള്ളി ചേട്ടാ ഒരു മിനിറ്റ്, ചേട്ടനെ അനുകരിക്കണമെന്ന് പറഞ്ഞു. ഇവൻ ചേട്ടനുമായിട്ട് ഒരു പാട്ട് ഒന്ന് നിങ്ങൾ രണ്ടുപേരും കൂടെ പാടും. അപ്പം ഞാനൊരു അപ്പം ചേട്ടൻ പ്രശ്നമൊന്നുമില്ല. എനിക്കെന്ത് പ്രശ്നം, നമുക്കിങ്ങോട്ട് പാടാന്ന്, ഇങ്ങോട്ട് പോയി. പുള്ളി മൈക്കെടുത്തു. അപ്പം പൊൻവീണേ എന്നുള്ളിൽ മൗനം വാങ്ങും, ആ പാട്ട് ഈ പാട്ട് അങ്ങോട്ട് പാടി. ജന്മങ്ങൾ പുൽകും, മൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പാടുമ്പോൾ ഈ പാട്ടിൻ്റെ ഓർക്കസ്ട്രയും മൈക്കാണ്. അതെ, രണ്ടിൻ്റെയും സൗണ്ട് അതേ പെർഫെക്ഷനിൽ വന്നു. ഇത് കണ്ട ഓഡിയൻസ് എഴുന്നേറ്റ് നിന്ന് കൈയടി, സ്റ്റാൻഡിങ് ഓവേഷൻ. ഓക്കെ. അപ്പോഴത്തേക്ക് പുള്ളി എടുത്ത് അവർ തിരി വെച്ച്, ചേട്ടൻ സംഭവം അടിപൊളിയല്ലേ. അപ്പോൾ പുള്ളി പാട്ടൊക്കെ വളരെ മനോഹരമായിരുന്നു. പിന്നെ രാജസാഹിബിനോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഇതിൻ്റെ സ്വരസ്ഥാനം എന്താണെന്നറിയോ രാജസാഹിബിന്? ഞാൻ പറഞ്ഞു, ആ സ്ഥാനമൊക്കെ അറിയാമെങ്കിൽ ഞാനിപ്പോൾ ഏത് സ്ഥാനത്തെത്തിയതിന് ചേട്ടാ. എന്നിട്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ ഉപ്പോളം വരത്തില്ല ഉപ്പിലിട്ടത്, ഞാൻ ചേട്ടനെ അനുകരിക്കുന്ന മാത്രമേ ഉള്ളൂ, ചേട്ടനൊക്കെ ഉസ്താദാണ് ഉസ്താദ് എന്ന് പറഞ്ഞപ്പോൾ അതിന് നല്ലൊരു കയ്യടി നമുക്ക് കിട്ടി. ആദ്യത്തെ ഷോട്ട് അതായിരുന്നു MG ശ്രീകുമാരൻ. ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ തോന്നും ഒരു വില്ലനാണോ, മൻസൂർ അലി ഖാനൊക്കെ ആണോ എന്നൊക്കെ തോന്നുമെങ്കിലും ഇന്നസെൻറ്റിനെ വളരെ മനോഹരമായിട്ട് രാജ അനുകരിച്ചിട്ടുണ്ട്. ആദ്യകാലത്തൊക്കെ നമ്മളിപ്പോഴത്തെ ജനറേഷൻ അറിയില്ല എന്നുള്ളൂ, മിമിക്രിക്കാരുടെ ഇടയിലെല്ലാം ഒരുപാട് അല്ലേ ഇപ്പോഴും തന്നെ അറിയപ്പെടുന്ന ഒരു ഇന്നസെൻ്റ് ഏട്ടൻ മരിച്ച സമയത്ത് ഹോസ്പിറ്റലിൽ പോയി കണ്ടിട്ടുണ്ട്. സുഖമില്ലായിരിക്കുന്ന സമയത്ത് പലപ്പോഴും പുള്ളിയായിട്ട് യാത്ര ഗൾഫിലൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഏറ്റവും വലിയ ഒടുവിൽ ഞാൻ 1 ലക്ഷം രൂപ, ഞങ്ങൾ രണ്ടുപേരും 2 ലക്ഷം രൂപ ജപ്പാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇതുവരെ പ്രോഗ്രാം ചെയ്തിട്ടില്ല. ഇല്ല. അവിടെ പ്രോഗ്രാം ചെയ്യാൻ എനിക്ക് ഓഫർ കിട്ടി, അഡ്വാൻസും കിട്ടി. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ട് പൈസയും കൊടുത്തതാണ്.
ആ പരിപാടിയും കഴിഞ്ഞതിന് ശേഷം പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കാനൊരു റബേക്ക ഉതുപ്പ് കിഴക്കമല സിനിമയിൽ ചാൻസ് കിട്ടി അദ്ദേഹത്തിൻ്റെ അനിയനായിട്ട്. ഈ കാത്തിരിപ്പിൻ്റെ ഇടയിലൂടെയാണ് പുള്ളിക്ക് സുഖമില്ല എന്നറിയുന്നതും പുള്ളി ക്രിട്ടിക്കലായിട്ട് മാറുന്നതും പിന്നെ നമുക്ക് ഈ പരിപാടിയും എല്ലാം നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ ആ ഒരു മനുഷ്യൻ്റെ കാര്യം നമുക്കെപ്പോഴും എന്നെ ഇപ്പോഴും ഒരു ഹോണ്ട് ചെയ്യുന്നൊരു കാര്യമാണ്. എവിടെ ചെന്നാലും എനിക്ക് അഭിമാനമുണ്ട്. എന്നെ ഇന്നസെൻ്റ് ചെയ്യുന്ന ആ പുള്ളിയില്ലേ എന്ന് ആദ്യം ചോദിക്കത്തുള്ളൂ. ഇന്നസെൻ്റ് നമ്മൾ ഒരുപാട് ഇന്നസെൻ്റ് കഥാപാത്രത്തെ രാജ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ചോദ്യം, ശരിക്കും രാജ ഇന്നസെൻ്റ് ആണോ? അത് നിനക്കറിയാമല്ലോ, എനിക്കറിയാം. എനിക്ക് രാജ എന്താണെന്ന് എനിക്കറിയാം. പലപ്പോഴും ഈ എൻ്റെ ഇന്നസെൻസി പലരും മുതലെടുത്തിട്ടുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പുകൾ ഞാൻ എപ്പോഴും എല്ലാവർക്കും ചെയ്തു കൊടുക്കാം. ഞാൻ എൻ്റെ തോള് കാണിച്ചു കൊടുത്താണെങ്കിൽ ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മീൻസ് പേഴ്സണലി ഞാൻ പറയുന്നില്ല, പറഞ്ഞിട്ട് ഞാൻ സ്വയം മഹാനാവുന്നതിനേക്കാൾ മറ്റുള്ളവർ നമ്മളെ പറഞ്ഞ് മഹാനാക്കുന്നതിനോടാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ ഞാൻ എന്ന് പറഞ്ഞാൽ സെൽഫ് ബൂസ്റ്റിംഗ് കാലമാണ്. അവനവൻ തന്നെ അവനവനെ ബൂസ്റ്റ് ചെയ്യാനുള്ള സമയം കണ്ടെത്തിക്കോണം, അല്ലെങ്കിൽ അവൻ വീട്ടിലിരിക്കേണ്ടി വരും. ഇപ്പം ലൈം ലൈറ്റിലൊക്കെ ആൾക്കാർ എന്തെങ്കിലും ഒരു സംഭവം ചെയ്തുകൊണ്ടേ ഇരിക്കുകയും സംഭവങ്ങൾ എന്ത് വിക്രിയ കാണിച്ചും നെഗറ്റീവും കാണിച്ച് ആൾക്കാരുടെ മനസ്സിലേക്ക് കയറി പറ്റാൻ വേണ്ടി കാണിക്കുന്ന ഒരു നെഗറ്റീവിൻ്റെ കാലമാണ്. പോസിറ്റീവ് അല്ല. ഇപ്പം നമ്മുടെ എന്താണ് പറയുക, കൊറോണ പോസിറ്റീവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ എന്ത് ചെയ്യും, അടുപ്പിക്കത്തില്ല. നെഗറ്റീവാന്ന് പറഞ്ഞാൽ നെഗറ്റീവ് കുഴപ്പമില്ല. അപ്പം നെഗറ്റീവാണ് ഇന്നത്തെ കാലഘട്ടം. അപ്പം ഇത്തരം ഒരു കാലം, ഒരു മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പ് തന്നെ കൊന്നുകളയാൻ ആൾക്കാർ അല്ലേ? ഇത് നമ്മുടെ ഏറ്റവും വലിയ ഗോഡ് ഫാദറായ മിമിക്രിയുടെ നമുക്കൊക്കെ ഏറ്റവും നല്ല സ്പേസ് തന്ന ഒരു ഡയറക്ടറാണ് നമ്മളെ സിദ്ദിഖ്, നമ്മളെ വിട്ടുപോയപ്പോൾ. അദ്ദേഹത്തിനെ മരിക്കുന്നതിന് മുമ്പ് എന്നെ എന്തോരം കോളുകൾ വിളിച്ച് ചോദിക്കുകയാണ്. കാര്യം എൻ്റെ പ്രോഗ്രാംസുകൾ അദ്ദേഹത്തിൻ്റെ ഒക്കെ ഇങ്ങനെ കടകടകടാന്ന് ഓരോന്നോരോന്നിൽ വരുന്നുണ്ടായിരുന്നു. നമ്മൾ സിനിമയുടെ ക്ലിപ്പിങ്സുകളൊക്കെ ഇങ്ങനെ. അപ്പോൾ ആൾക്കാർ എന്നിട്ട് സിദ്ദീഖ് അതിൽ ഒരു ബ്രേക്കിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് ന്യൂസുകാരുൾപ്പെടെയുള്ള പലരും സിദ്ദീഖ് സാറിനെ കുറിച്ചെന്ന് ഞാൻ പറഞ്ഞ അദ്ദേഹം നമ്മളെ വിട്ട് പോയില്ല, നിങ്ങൾ എന്തിനാണ് ഇപ്പോഴേ ഇത്ര സംഭവങ്ങൾ ധൃതി പിടിക്കുന്നത്? ഇതൊക്കെ ഒരു ഇവൻ്റായി മാറി. എല്ലാത്തിനും ഇങ്ങനത്തെ രീതിയിൽ മാനിപ്പുലേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പ് എല്ലാം സെറ്റ് ചെയ്ത് വെക്കണം. സംഭവം ഒക്കെ അങ്ങനെയാണ്. അവർ മരിക്കുന്നതിന് മുമ്പ് കൊല്ലാൻ വേണ്ടി റെഡിയായി നിൽക്കുക എന്ന് പറയുന്ന പോലെയാണ്. വേട്ടയാടപ്പെടുകയാണ് പലരും. മരിക്കാതെ എത്ര പേരെ മരിപ്പിച്ചിട്ടുണ്ട് ഇവിടെ. ഇന്ന് സോഷ്യൽ മീഡിയാസിലെല്ലാം അങ്ങനത്തെ ഒരു ഇത് നടക്കുന്നുണ്ട്. പെട്ടെന്ന് ബ്രേക്കിംഗ്. എന്നിട്ട് പറയാം ചിലവ് നടത്താമെന്ന് ഒരുത്തൻ പറയാണ്. ഞാൻ അവനെ വേറെ എന്താ ഞാൻ പറയേണ്ടത്? ഇത് ഒന്ന് എനിക്ക് കൃത്യമായിട്ടൊന്ന് അറിഞ്ഞ് തന്നു കഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞു തന്നാൽ മതി, ഞാൻ ചെലവ് ചെയ്തോളാം. അയ്യോ, അത്രയ്ക്ക് ക്യൂരിയോസിറ്റിയാണ് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. മറ്റുള്ളവൻ്റെ കാര്യം എങ്ങനെ തീരുമാനിക്കണം, അതെന്താ ആക്കി തീർക്കണമെന്ന് ഉള്ള ടെൻഡൻസിയും ക്യൂരിയോസിറ്റിയുമായിട്ട് മാറിയിരിക്കുക ആൾക്കാർ. അതിനോടൊക്കെ എനിക്ക് ഒരു പുച്ഛമാണ്. അതിനകത്ത് നമുക്ക് സോഷ്യൽ മീഡിയ നല്ലതാണ്, എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാനും സംഭവങ്ങളും. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇന്നസെൻസി, എൻ്റെ ഇന്നസെൻസി കൊണ്ട് പലർക്കും നമ്മൾ ഉപകാരം ചെയ്തു കൊടുത്ത് അവസാനം എനിക്ക് ഉപദ്രവമായിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ വൈഫും ഞാനും അറിയാമല്ലോ, റാണി, അവളും നമ്മൾ ഒരു മനുഷ്യനെ എങ്ങനെ ആതിഥേയത്തോടു കൂടി സ്വീകരിക്കുക. ഒരു ഗസ്റ്റ് വന്ന ഒരുവിധപ്പെട്ട സൂപ്പർ സ്റ്റാർ ഒഴികെയുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും എൻ്റെ വീട്ടിലൂടെ വന്നു പോയിട്ടുണ്ട്. ചിലരൊക്കെ നമ്മളെ വീട്ടിൽ ഷൂട്ടിങ്ങിന് വരുമ്പം ഹോട്ടലിൽ പോലും താമസിക്കാൻ നമ്മളോടൊപ്പം വീട്ടിലൊരു ദിവസം താമസിക്കാൻ നമ്മൾ കൊതിച്ചിട്ടുണ്ട്. അവരൊക്കെ നമ്മളോടൊപ്പം നിന്നിട്ടുണ്ട്. അവരൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മളെ ആൾക്കാർ നമ്മുടെ പല ഇല്ലായ്മകളും മറ്റ് സംഭവങ്ങളും മനസ്സിലാക്കിയിട്ട് നമ്മളെ പൂർണ്ണമായും നമ്മളെ നശിപ്പിച്ച് കളയും. മീൻസ് വേറൊന്നും കൊണ്ടല്ല, ഇവർ മുതലെടുക്കും. നമ്മുടെ ഇന്നസെൻസി മുതലെടുക്കും. നമ്മളെല്ലാം തുറന്നങ്ങ് പറയും. തുറന്ന് പറയുമ്പോഴത്തേക്ക് ഇവന് എന്തെങ്കിലും ഒന്ന് ഉപയോഗിക്കാം, ഇവന് പുറത്തൊന്നും അറിയിക്കത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അങ്ങനെ കുറേ ആൾക്കാർ ജീവിതത്തിൽ അങ്ങനെ കുറേ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? പൊട്ടനാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പൊട്ടനാണ് എന്നത് സ്നേഹത്തിൽ നമ്മൾ പൊട്ടനാണ്. നമ്മളെ സ്നേഹിക്കാൻ നമുക്ക് ഹൃദയം കൊണ്ട് സ്നേഹിക്കാറില്ല, ബുദ്ധി കൊണ്ട് അറിയത്തില്ല. എന്ന് വെച്ചാൽ ബുദ്ധി കൊണ്ട് സ്നേഹിക്കുന്നവരുണ്ട്, അവർക്ക് കാര്യങ്ങൾ നടത്താനും അവർക്ക് അത്തരം കാര്യങ്ങൾ നേടിയെടുക്കാനും വേണ്ടിയിട്ട് നമ്മളുടെ അടുത്ത് സമീപിക്കും. നമ്മളപ്പോൾ അവർ ഹൃദയം കൊണ്ട് സമീപിക്കും, പക്ഷെ അത് അബദ്ധമായി പോയെന്ന് പിന്നീട് അറിയും. പക്ഷെ ദൈവം അത് പ്രതികാരം മൊത്തം ദൈവത്തിന് വിട്ടുകൊടുത്താൽ മതി. ദൈവം കൊടുക്കുമ്പം ഭയങ്കര ശക്തിയായിരിക്കും, നമ്മൾ കൊടുക്കുമ്പം അതിന് ശക്തി കുറഞ്ഞു പോകും. അത് എനിക്കിപ്പോഴും ഫീൽ ചെയ്യുന്നൊരു കാര്യമാണ്. പലപ്പോഴും നമ്മളെ ഈ നിഷ്കളങ്കത പലപ്പോഴും പലരും അത്തരത്തിൽ എനിക്ക് അവരോടൊക്കെ ഒറ്റ കാര്യമുള്ളൂ പറയാൻ, നിങ്ങൾ എൻ്റെ അടുത്ത് കാണിച്ച് മറ്റുള്ളവരോട് എന്നിങ്ങനെ കാണിക്കരുത്. അത് ചിലപ്പം
ഈ രജനീകാന്തിൻ്റെ ഒരു ഡയലോഗ് ഞാൻ അടുത്തിടയ്ക്ക് കേട്ടു. ഈ நல்லவனாக இருக்கணும், ரொம்ப நல்லவனாக இருக்கக்கூடாது. നല്ലവനാകണം, പക്ഷെ ரொம்ப நல்லவனாக இருக்கக்கூடாது. പിന്നെ നല്ലവൻ്റെ ശാപം മേടിക്കാതിരിക്കുക, നല്ല ആൾക്കാരുടെ ശാപം വാങ്ങിക്കാതിരിക്കുക. അതിന് ഭയങ്കര ശക്തിയായിരിക്കും. അവൻ്റെ മനസ്സ് ഉരുകുന്നതനുസരിച്ച് മറ്റുള്ളവർക്ക് അതിൻ്റെ എഫക്റ്റ് കൂടും. ഇത് അറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം അവൻ്റെ തലമുറയിൽ അവൻ്റെ മക്കളുണ്ടല്ലോ, അവരുടെയൊക്കെ മക്കൾ, കുടുംബക്കാർ, അവർ പോലും അറിയാതെ അവർ കിടന്ന് അനുഭവിക്കുമ്പോൾ അയ്യോ ദൈവമേ, ഞാൻ എന്തിനാണ് ഇങ്ങനെ കിടന്ന് ഇത്രയും കഷ്ടപ്പാടും ദുരിതങ്ങളും അനുഭവിക്കുന്നത്? അവർ പോലും അറിയത്തില്ല. ഇവരൊക്കെ ചെയ്തു വെച്ചേക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇവരുടെ പാരമ്പര്യം കടന്ന് അനുഭവിക്കുന്നത്. അത് ശരിക്കും അത്തരം കാര്യങ്ങൾ നമുക്കൊരു കാര്യമുണ്ട്, ഹറാമായിട്ട് മുതൽ നമ്മൾ കഴിക്കാതിരിക്കുക. ഹറാമും ഹലാലും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഹറാമായിട്ട് ഒരു സംഭവം കഴിക്കാതിരിക്കുക, ഹലാലായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അർഹിച്ചത് നല്ലതും മാത്രമേ കഴിക്കാവൂ. അപ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി വരും. ഉള്ളതിൽ മിതത്വത്തോടു കൂടി ജീവിച്ചാൽ തന്നെ നമുക്ക് അതിൽ സന്തോഷം കിട്ടും. തീർച്ചയായിട്ടും. ഒരുപാട് മറ്റുള്ളവരെ ജീവിക്കാൻ ഒരുപാട് പൈസയൊന്നും വേണ്ട. ഒരുപാട് പിന്നെ ഇത് മറ്റുള്ളവരെ അനുകരിച്ച് ജീവിക്കാൻ പോകുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ പരാജയം വരുന്നത്. നമ്മുടെ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം കണ്ടെത്തിയാൽ നമുക്ക് ജീവിതത്തിൽ ഭയങ്കരമായ സന്തോഷമായിരിക്കും. മറ്റുള്ളവരെ പോലെ ആകണമെന്ന് വിചാരിക്കുന്നതിനാണ് നമ്മളായിട്ട് ഒരു സിഗ്നേച്ചർ ഉണ്ടാക്കുക. ഇപ്പോൾ രാജാ സാഹിബ് എന്ന് പറഞ്ഞ് മനോജ് ഗിന്നസ് നമ്മളെയൊക്കെ ആൾക്കാർ ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മളെ പ്രോത്സാഹിക്കും. നമ്മുടെ കഴിവ് കൊണ്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തതാണ്. നമുക്കൊരു സിഗ്നേച്ചറുണ്ട്. നമ്മൾ പോകുമ്പോഴും അവിടെ ആൾക്കാർ ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നു, അത്രയും കിട്ടിയാൽ മതി. പുതിയ പ്രൊജക്റ്റുകൾ എന്താ രാജ സിനിമകൾ? ഇപ്പം നമ്മൾ ഷാജോണൊക്കെ ആയിട്ട് നമ്മളൊരു മഹേഷ് ഏട്ടൻ്റെ ഒരു പടം, ചങ്ങാതിപ്പൂച്ചയ്ക്ക് ശേഷം ഒരു പടം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഉറുമാൽ എന്ന് പറഞ്ഞ തമിഴ് പടം ചെയ്യുന്നുണ്ട്. അതിലെ മെയിൻ വില്ലനാണ്. അപ്പോൾ അതിന് കുറേ താടിയൊക്കെ ഇനിയും വളർത്താനുണ്ട്. അത് മറ്റേ തേവർ മകൻ സ്റ്റൈലിൽ ഒരു സ്ഥലത്ത് നടക്കുന്ന ഒരു കൗണ്ടർ സ്റ്റൈലിലുള്ള ഒരു ഡിഫറെൻ്റ് ലാംഗ്വേജ് സംസാരിക്കുന്ന, തമിഴിൻ്റെ വേറൊരു ഭാഷ സംസാരിക്കുന്ന ഒരു ടൈപ്പ് ക്യാരക്ടറാണ്. അവരുടെ ഒരു പടം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് തമിഴ് പടം കാതലൻ യാരടി, അതിലാണ് തമിഴ് പാട്ട് പാടിയത്. ഞാനൊരു പിന്നണി ഗായകനായി. അപ്പോൾ അതൊന്ന്. അപ്പോൾ അവരുടെ രണ്ടാമത്തെ പടം, ഇതും ഇതിനിടയ്ക്കൊരു തമിഴ് പടം വന്ന ആവശ്യം അത് വിട്ടു, അത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ. അപ്പോൾ രണ്ടാമത്തെ ഒരു തമിഴ് പടത്തിൻ്റെ അതിൻ്റെ പൂജ കഴിഞ്ഞു. പിന്നെ നമ്മുടെ ഡയറക്ടർ നിസാർക്ക് ഒരു പടത്തിന് വീണ്ടും നായകനായിട്ട് തന്നെ വർഷങ്ങൾക്ക് ശേഷം ഒരു കണ്ടന്റ് പറഞ്ഞു. അപ്പോൾ അത് അവൾ എന്നാണ് പേരിട്ടേക്കുന്നത്. അവൾ. ഓക്കെ. അപ്പോൾ അതൊരു നല്ല രസമുള്ളൊരു കണ്ടന്റാണ്, ഒരു മിത്താണ്. നല്ല രീതിയിൽ വളരെ ഷോർട്ട് ടൈം കൊണ്ട് ഷൂട്ട് ചെയ്യുന്ന സംഭവമാണ്. ഇപ്പോൾ 2 Men Army കഴിഞ്ഞ് പുള്ളിയുടെ പടം, അത് കഴിഞ്ഞിട്ട് ഇത് ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കാം. ഇത്തവണത്തെ സ്റ്റേജ് ഷോ രാജാ ഷോ സ്റ്റേജിലേക്ക്. അതിന്റെ കാരണഭൂതൻ നാദർഷോയാണ്. രാജാ ഷോ. ഞാൻ ആദർശിക്കടുത്ത് ചോദിച്ചു, ഇക്ക പ്രോഗ്രാംസിനൊക്കെ നമ്മളെ ഒന്ന് വിളിച്ചുകൂടെ ആദർശിക്ക, നാദർഷോയിൽ നമ്മളിവിടെ എടാ അത് നിനക്ക് ഒരു സ്വന്തമായിട്ടൊക്കെ ഒരു പേരില്ലേ, അപ്പം നിനക്ക് രാജാ ഷോ എന്ന് പറഞ്ഞൊരു സാധനം ചെയ്തോളൂ. അത് ഞാൻ നോക്കുമ്പോൾ ശരിയാണല്ലോ, രാജാ ഷോ, നാദർഷോ. ഞങ്ങളെ കണ്ടാൽ പലപ്പോഴും ഒരു ചെറിയ സാമ്യവും ചില ഫോട്ടോയിലൊക്കെ വരാറുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നു, ആദർശയുടെ ആരെങ്കിലും ബന്ധുവാണോ രാജേഷോ? അവതാരകരുടെ ഒരു സംഘടനയുടെ പ്രസിഡന്റായിട്ട് തന്നെ അടുത്തിടയ്ക്ക് തിരഞ്ഞെടുത്തു. അവതാർ എന്ന് പറഞ്ഞാൽ അവതാരകരുടെ സംഘടന, അവതാർ സംഘടന. അത് നമ്മുടെ പ്രൊഫസർ മുതുകാടാണ് ലോഗോ പ്രകാശനമൊക്കെ ചെയ്തത്. നമ്മുടെ രാഹുൽ ഈശ്വർ, രഞ്ജിത്ത് മുൻഷി, ഞങ്ങളങ്ങനെ ജോയി മറ്റേ വാൾക്കണ്ണാടി, ഞങ്ങളെല്ലാവരും കൂടെ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയൊരു സംഘടന ഇപ്പോൾ കുറച്ചും കൂടെ വിപുലമായിട്ട് ഈ ആങ്കേഴ്സിന് ചോദിക്കാനും പറയാനും ആളില്ലാതെ വന്നപ്പോൾ നമുക്ക് തോന്നി ഇതൊന്ന് ചോദിക്കാനും പറയാനും ആൾ വേണം. ഞാനും ഒക്കെ നമ്മൾ പ്രോഗ്രാം ചാനലിൽ ആങ്കർ ചെയ്തുകൊണ്ടിരുന്നപ്പം ഞങ്ങൾ തുടങ്ങിയൊരു സംഘടനയാണ്. ഏകദേശം അമ്മയുടെ പ്രായമുണ്ട്, മീൻസ് അമ്മ സംഘടനയുടെ. അത് അനങ്ങാതിരുന്നപ്പോഴും ഇപ്പോഴത്തേക്ക് ഈ സംഭവത്തിലേക്ക് എത്തി. ഇപ്പോൾ വളരെ സജീവമായിട്ട് ഓണപരിപാടി, പിന്നെ ബ്ലഡ് മറ്റേ ഡൊണേഷൻസ്, പിന്നെ ചാരിറ്റീസ്, ഒരു പെൺകുട്ടിക്ക് ഞങ്ങൾ കല്യാണ ഡ്രസ്സുകൾ എടുത്തു കൊടുക്കുക, ഇങ്ങനെ കുറേ സൈഡിൽ കൂടെ ഇങ്ങനത്തെ ഒരു സംഭവങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഓണാഘോഷ പരിപാടിയായിട്ട് അസീസിയ കൺവെൻഷൻ സെൻറ്ററിൽ ഒരു മികച്ച എല്ലാ അവതാരകരെയും, പിന്നെ സന്തോഷ് ജോർജ് കുളങ്ങര ഉൾപ്പെടെയുള്ള പുള്ളി അവതാരകനാണല്ലോ, അങ്ങനെ RJs ഉണ്ട്, VJs ഉണ്ട്, എല്ലാവരെയും കൂടെ ചേർത്തുകൊണ്ട് സ്റ്റേജ് ആങ്കേഴ്സ് എല്ലാവരും കൂടെ നമ്മുടെ പിഷുവും പിന്നെ ടീനിയും എല്ലാവരും നമ്മൾ കൂടുന്ന ഒരു പരിപാടി. അപ്പം ഉണ്ടാവണം, ഞാൻ വരാം. ഓക്കെ. അപ്പോൾ എന്തായാലും വളരെയധികം സന്തോഷം. രാജയുടെ സംഘടനയും അതുപോലെ തന്നെ വരുന്ന സിനിമകളും സ്റ്റേജ് ഷോയായ രാജാ ഷോ എല്ലാം ഗംഭീരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഈ കുഞ്ഞു ഷോയിൽ പങ്കെടുത്തതിന്
താങ്ക് യു. ഒരുപാട് സന്തോഷം. മനോജിനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പരിപാടികളിലൂടെയൊക്കെ ഒരുമിച്ച് കാണുകയും ഇങ്ങനത്തെ ചില പ്രോഗ്രാംസുകളിലൂടെ നമ്മളെപ്പോഴും ലൈൻ ലൈറ്റിലുണ്ട് എന്ന് ഒരു രീതിയിൽ പലപ്പോഴും പെട്ടെന്ന് ആൾക്കാർ മറന്നു പോവുകയാണ്. അതെ അതെ അതെ. അപ്പം മറക്കാതിരിക്കാൻ ഇങ്ങനെ ചില ഇൻ്റർവ്യൂസിലൂടെയൊക്കെ നമ്മൾ ഫീൽഡിൽ ചില ആൾക്കാർ ചോദിക്കും ഇപ്പോൾ ഇല്ലേ, അത് ചോദിക്കും. അതിന് ചോദ്യങ്ങൾ എപ്പോഴും വരും, നമ്മളത് ഫേസ് ചെയ്യും. പക്ഷേ പിന്നിലൂടെ ചില പരിപാടികൾ നടക്കുന്നുണ്ടെന്നുള്ള അവർക്ക് അറിയത്തില്ല. ഇല്ല. അപ്പം നമ്മൾ എപ്പോഴും ലൈം ലൈറ്റിൽ ഉണ്ടാകുക എന്നുള്ളതൊരു വലിയ കാര്യമാണ്. അപ്പോൾ ഇതുപോലത്തെ പ്രോഗ്രാമിൽ എന്നെ വിളിച്ചതിലും ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഒപ്പം ഗംഭീരമാവട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു രാജ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.